ത്രിയേക ദൈവത്തിന് സ്തുതി. 129ാമത് മാരാമൺ കൺവെൻഷൻ്റെ ബൈബിൾ പഠനത്തിൻ്റെ ഈ മൂന്നാമത്തെ കൂട്ടായ്മയിൽ അധ്യക്ഷത വഹിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന മക്കാറിയോസ് തിരുമേനി, പ്രിയപ്പെട്ട അപ്രേം തിരുമേനി, വികാരി ജനറൽ അച്ഛന്മാരെ, ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെ, സുവിശേഷകരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ പഠന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ഏവരുമേ എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ മാരാമൺ കൺവെൻഷനിൽ 3 ദിവസം ദൈവവചന പഠനം നിർവഹിക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ഇത്തരത്തിൽ ഒരവസരം ഒരുക്കിത്തന്ന അതിനനുവാദം നൽകിയ അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയോടും സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ചുമതലക്കാരോടും ഈ ശുശ്രൂഷയെക്കുറിച്ചും ഈ നിയോഗത്തെക്കുറിച്ചും എന്നെ അറിയിച്ച പ്രിയപ്പെട്ട എബിയച്ചനോടും മറ്റെല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ മാരാമൺ കൺവെൻഷൻ ഏത് കാലഘട്ടത്തിലും പ്രാധാന്യം നൽകുന്ന 3 വിഷയങ്ങളാണ് ആദ്യത്തെ 3 ദിവസത്തെ പഠനത്തിനായി നമ്മൾ തിരഞ്ഞെടുത്തത്. ആദ്യ ദിവസം സാമൂഹിക തിന്മകളോടുള്ള ക്രൈസ്തവ പ്രതികരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ആമോസിൻ്റെ പ്രവചന പുസ്തകത്തിൽ നിന്നുമാണ് നമ്മൾ പഠിക്കുവാൻ ശ്രമിച്ചത്. ഇന്നലെ ആളാം പ്രതി സുവിശേഷ വേല എന്ന വിഷയത്തെ ആസ്പദമാക്കി അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായം ആസ്പദമാക്കിയാണ് നമ്മൾ പഠനം നിർവഹിച്ചത്. 3-ാം ദിവസമായ ഇന്ന് പ്രപഞ്ചത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ പഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. ദ റിഡംഷൻ ഓഫ് ഹോൾ ക്രിയേഷൻ. അതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാനമായി ചേർത്തിരിക്കുന്ന പുസ്തകമായ വെളിപാട് പുസ്തകം, അതിൻ്റെ 21ഉം 22ഉം അധ്യായങ്ങളാണ്. വെളിപാട് പുസ്തകം നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. അതുകൊണ്ട് ഇന്നത്തെ പഠനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപാട് പുസ്തകം, അതിൻ്റെ 21ഉം 22ഉം അധ്യായങ്ങൾ. 21ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ മാത്രം ഞാൻ പ്രാരംഭമായി വായിക്കട്ടെ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പ്രാർത്ഥിക്കാം. കർത്താവേ, ബൈബിൾ പഠനത്തിൻ്റെ 3-ാം ദിനം പ്രഭാതത്തിൽ വളരെ ക്ഷേമത്തോടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. നിൻ്റെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, വചനം വായിക്കുമ്പോൾ ഞങ്ങളെ തന്നെ വായിക്കുവാൻ, ഞങ്ങൾ വായിച്ച വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് തിരുത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാപഘടനകളോട് വിട പറയുവാൻ, ജീവിതത്തിൻ്റെ മാനസാന്തരത്തിന് യോഗ്യമായ മേഖലകൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിച്ച് മാനസാന്തരപ്പെടുവാൻ കർത്താവേ, അവിടുന്ന് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഞങ്ങളെ വെല്ലുവിളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ജീവിതത്തിൽ സ്വീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും വചനാനുസൃതം ജീവിപ്പാനും അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. വിശുദ്ധ വേദപുസ്തകത്തിൽ അവസാനമായി ചേർത്തിരിക്കുന്ന പുസ്തകം എന്ന നിലയിൽ വെളിപാട് പുസ്തകം നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്.
എൻ്റെ പഠന ശുശ്രൂഷയിൽ പല സന്ദർഭങ്ങളിൽ പലയിടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവസരം ലഭിച്ചപ്പോഴൊക്കെ ദൈവജനം എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, അച്ഛന് സമയം ലഭിക്കുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ നിന്ന് ചില ക്ലാസ്സുകൾ എടുത്ത് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നാണ്. ഞാനപ്പോൾ ആവേശത്തോടുകൂടി അവരോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് വേദപുസ്തകത്തിൽ മറ്റ് ധാരാളം പുസ്തകങ്ങളുണ്ടല്ലോ, ഈ പുസ്തകം ഇത്ര പ്രിയപ്പെട്ട പുസ്തകമായി, പഠന വിഷയമുള്ള പുസ്തകമായി നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി, അച്ഛാ പലപ്പോഴും ഈ പുസ്തകം വായിക്കാൻ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, ആദ്യത്തെ 3 അധ്യായം വരെയൊക്കെ ആ വായന വളരെ സുഗമമായി തുടരും, അത് കഴിയുമ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന സങ്കീർണമായ ഭാഷകളും ചില പ്രതീകങ്ങളുമൊന്നും അതിൻ്റെ ആഴമേറിയ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞങ്ങൾക്കത് പൂർണ്ണമായി പഠിക്കുവാൻ സാധിച്ചിട്ടില്ല. ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ വല്ലാതെ ഞങ്ങൾ ഭയപ്പെട്ടു പോകുന്നു, അതുകൊണ്ട് ഇതിന് കൃത്യമായ ഒരു വ്യാഖ്യാനം പറഞ്ഞു തരണം എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അത് പലപ്പോഴും ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് എനിക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോഴൊക്കെ വെളിപാട് പുസ്തകത്തെ ആസ്പദമാക്കി പഠനങ്ങൾ നിർവഹിക്കുവാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് നമ്മുടെ സ്ത്രീകളിൽ ധാരാളം പേർ ഇന്നത്തെ ബൈബിൾ പഠന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വനിതാ ബോധിനിയിലൂടെ കഴിഞ്ഞ ഒരു വർഷമായി വെളിപാട് പുസ്തകത്തിലെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ഗഹനമായി പഠിച്ചു വരികയാണ്. അതിൻ്റെ അവസാനത്തെ ലക്കം നമ്മൾ മാർച്ച് മാസം കൊണ്ട് എഴുതി തീർക്കുകയാണ്. അതുകൊണ്ട് തുടർച്ചയായി വെളിപാട് പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് ഇന്ന് ഞാൻ ദൈവവചനം പങ്കുവയ്ക്കുന്നത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ഈ വചന പഠനത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം വലിയ യുഗാന്ത്യ പ്രതീക്ഷ നൽകുന്ന പ്രാധാന്യമുള്ള ഒരു വേദഭാഗവും വിഷയവുമാണ്. എ പാസേജ് വിത്ത് എസ്കറ്റോളജിക്കൽ റെലവൻസ്. നമ്മുടെയൊക്കെ പ്രതീക്ഷയും പ്രത്യാശയുമാണല്ലോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പ്രത്യാശാനിർഭരമായ ക്രിസ്തീയ ജീവിതം എങ്ങനെ നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കും എന്നുള്ളതിന് ചില സൂചനകൾ നൽകുന്ന അധ്യായങ്ങളാണ് വെളിപാട് പുസ്തകം 21 22 അധ്യായങ്ങൾ. ഏഷ്യ മൈനറിൽ സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ദാസനായ യോഹന്നാൻ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് ഏഷ്യ മൈനറിൽ ചെയ്തത്. പ്രത്യേകിച്ച് എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്നീ 7 പട്ടണങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 7 സഭകൾ സന്ദർശിക്കുകയും അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും അവർ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങളുടെയും പ്രതിസന്ധികളുടെയും വേവലാതികളുടെയും ഒക്കെ മധ്യത്തിൽ അവരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്ത ശുശ്രൂഷയായിരുന്നു യോഹന്നാൻ ചെയ്തിരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ അന്നത്തെ റോമൻ ഭരണകൂടം യോഹന്നാൻ്റെ ഈ ശുശ്രൂഷയിൽ അസ്വസ്ഥരായിത്തീരുകയും യോഹന്നാനെ പിടിച്ച് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തുകയും ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്ര വസ്തുതയാണ്. കർത്താവിൻ്റെ സാക്ഷിയായി നിലനിന്നതിൻ്റെ ഫലമായി, സുവിശേഷം പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായി ഏഷ്യ മൈനർ മേഖലകളിൽ അനേകർ ക്രിസ്തുവിശ്വാസത്തിലേക്ക് സജീവമായി കടന്നു വരുന്നത് കണ്ട് അസ്വസ്ഥ ചിത്തരായ റോമൻ ഭരണകൂടം ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയാണ്. പത്മോസ് ദ്വീപിൽ തടവറയ്ക്ക് സമാനമായ പരിസരങ്ങളിൽ കിടന്നപ്പോൾ, ജീവിച്ചപ്പോൾ ദൈവം ചില ദർശനങ്ങളിലൂടെ, ദൈവം ചില അരുളപ്പാടുകളിലൂടെ യോഹന്നാനോട് വളരെ ഹൃദ്യമായി സംസാരിക്കുന്നതായി വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പത്മോസ് ദ്വീപിലെ കഠിനമായ ക്ലേശം നിറഞ്ഞ തടവറയ്ക്ക് സമാനമായ പരിസരങ്ങളിൽ പാർത്ത യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അരുളപ്പാടുകളും ദൈവത്തിൻ്റെ വെളിപ്പാടുകളും ദൈവത്തിൻ്റെ അറിയിപ്പുകളുമൊക്കെ തനിക്ക് വലിയ ഊർജവും പ്രതീക്ഷയും പ്രത്യാശയും നൽകി. എന്നാൽ അതുമാത്രം പോരാ എന്ന് യോഹന്നാൻ അറിയാം. താൻ സഞ്ചരിച്ച് പ്രവർത്തിച്ച ഏഷ്യ മൈനറിലെ ക്രിസ്തു വിശ്വാസികളും നേരിട്ട് തടവറയ്ക്കുള്ളിലല്ലെങ്കിലും തടവറയ്ക്ക് സമാനമായ പീഡനത്തിൻ്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ധൈര്യപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനം, തൻ്റെ തുടർന്നുള്ള ജീവിതത്തിന് പ്രത്യാശ പ്രദാനം ചെയ്ത ഈ ദൈവത്തിൻ്റെ വചനം, ദൈവം തനിക്ക് വെളിപ്പെടുത്തി തന്ന സന്ദേശം ഏഷ്യ മൈനറിലെ 7 സഭകളെ എഴുതി അറിയിക്കണമെന്ന് ആഗ്രഹിക്കുകയും പത്മോസ് ദ്വീപിൽ കിടന്നപ്പോൾ തനിക്ക് ലഭിച്ച ദർശനങ്ങളെയും അരുളപ്പാടുകളെയും
വളരെ വ്യക്തവും സ്പഷ്ടവുമായി ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് എഴുതി അറിയിക്കുന്നതുമാണ് ഏത് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം? വെളിപാട് പുസ്തകത്തിൻ്റെ 22 അധ്യായങ്ങൾ നീണ്ടു നിൽക്കുന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലം ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ തുർക്കിയുടെ ഭാഗമാണ് എന്നാണ് പൊതുവെ നമുക്ക് ജോഗ്രഫി പഠിച്ചുകൊണ്ട് പറയുവാൻ സാധിക്കും. വെളിപാട് പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വെളിപാട് പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത അത് അടയാളങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്ന പുസ്തകമാണ് എന്നാണ്. വേദപുസ്തക പഠിതാക്കൾ പറയുന്നത് പുതിയ നിയമത്തിലെ വെളിപാട് പുസ്തകത്തെയും പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തെയും അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന നിലയിൽ നമ്മൾ വായിക്കണം എന്നാണ്. അപ്പോക്കാലിപ്സ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം മറ നീക്കി പുറത്തു വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലെ ചില പ്രതീകങ്ങൾ, ഇതിലെ ചില അടയാളങ്ങൾ, ഇതിലുപയോഗിച്ചിരിക്കുന്ന ചില ആലങ്കാരിക ഭാഷകളൊക്കെ കേവലം വാക്കുകൾ കേട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല, മറിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ആ അടയാളങ്ങളുടെ അർത്ഥം ചികഞ്ഞു പിടിച്ച് അത് പുറത്തു കൊണ്ടുവരുമ്പോഴാണ് അത് അർത്ഥപൂർണമായി തീരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് സാധാരണ പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെയല്ല, ഒരു മറ നീക്കി ഇതിലെ ആശയങ്ങൾ പുറത്തു വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ശ്രദ്ധയോടുകൂടി നമ്മൾ വായിക്കുമ്പോഴാണ്, പഠിക്കുമ്പോഴാണ് ഈ പുസ്തകം ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ പുസ്തകം പ്രതീകങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പ്രതീകങ്ങൾ എന്ന് പറയുമ്പോൾ ചില സംഖ്യകളെ പ്രതീകങ്ങളായി ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്, ചില സ്ഥലനാമങ്ങളെ പ്രതീകങ്ങളായി ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്, ചില സംഭവങ്ങളെ പ്രതീകമായി അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ചില സംഭവങ്ങൾ, ചില സംഖ്യകൾ, ചില സ്ഥലനാമങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും വെളിപാട് പുസ്തകത്തിൽ പ്രതീകങ്ങളാണ്. അത് ആക്ഷരികമായി മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, അതിൻ്റെ ആഴങ്ങളിൽ കടന്നു ചെന്ന പ്രതീകങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന അർത്ഥങ്ങൾ തേടണം എന്ന് വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് 17, 18 അധ്യായങ്ങൾ മുതൽ 22 അധ്യായങ്ങൾ വരെ പ്രതീകങ്ങളിലൂടെ തന്നെയാണ് വെളിപാട് പുസ്തകം നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അവസാന 5-6 അധ്യായങ്ങളിൽ 2 സ്ഥലങ്ങളുടെ പേരുകൾ പ്രതീകങ്ങളായി അവതരിപ്പിച്ചുകൊണ്ട് ആ 2 സ്ഥലങ്ങളുടെ പ്രത്യേകതകൾ കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ വെളിപാട് പുസ്തകം അതിൻ്റെ സന്ദേശം പങ്കുവയ്ക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ പഠിക്കണം. 17, 18 അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട 21, 22 അധ്യായത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായി നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് 21, 22 അധ്യായങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ സാധിക്കത്തില്ല. 17, 18 അധ്യായങ്ങളോട് ചേർത്ത് വെച്ച് 21, 22 അധ്യായങ്ങൾ പഠിക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 17, 18 അധ്യായങ്ങളിൽ ഒരു സ്ഥലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ഥലം ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലമാണ്. എന്നാൽ 17, 18 അധ്യായങ്ങളിൽ ഒരു വിശേഷണം കൂടി കൊടുത്താണ് ബാബിലോണിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെന്താണെന്നറിയാമോ? മഹദിയാം ബാബിലോൺ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21, 22 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും മറ്റൊരു സ്ഥലനാമമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെന്താണ്? യെരുശലേം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനോട് ചേർത്തൊരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വിശേഷണം? പുതിയ യെരുശലേം, പുതിയ ആകാശം, പുതിയ ഭൂമി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരു പ്രതീകം എന്ന നിലയിൽ ബാബിലോണിനെയും ഒരു പ്രതീകം എന്ന നിലയിൽ യെരുശലേമിനെയും വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു താരതമ്യ പഠനത്തിലൂടെ മനസ്സിലാക്കി ഇന്നത്തെ ചിന്തകൾ മുമ്പോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്, വെളിപാട് പുസ്തകത്തിൽ 2 ഗ്രീക്ക് ക്രിയാപദങ്ങൾ ഉപയോഗിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ക്രിയാപദങ്ങൾ എന്താണെന്ന് ഒന്നും നമുക്ക് എഴുതിയെടുക്കാനോ പഠിക്കാനോ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ ക്രിയാപദം എക്സൈൽറ്റെയിൻ എന്ന് പറയുന്ന ഒരു ക്രിയാപദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം കം ഔട്ട് എന്നാണ്, പുറത്തു വരിക എന്നാണ്. രണ്ടാമത്തെ ക്രിയാപദം ഐസൽറ്റെയിൻ എന്ന് പറയുന്ന ക്രിയാപദമാണ്. അതിൻ്റെ അർത്ഥം എൻ്റർ ഇൻടു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നാമത്തെ സ്ഥലനാമം വിളിച്ചുകൊണ്ട്, ബാബിലോൺ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ പറയുകയാണ്,
കം ഔട്ട് ഓഫ് ബാബിലോൺ എന്നാണ് പറയുന്നത്. അതാണ് ആ പദത്തിൻ്റെ അർത്ഥം, കം ഔട്ട് ഓഫ് ബാബിലോൺ. രണ്ടാമത്തെ സ്ഥലനാമം വിളിച്ചുകൊണ്ട് പറയാണ്, ജെറുസലേമിനെ വിളിച്ചുകൊണ്ട് പറയാണ്. എന്താ പറയുന്നതെന്ന് അറിയാമോ? എൻറ്റർ ഇൻ ടു. മനസ്സിലായോ? എൻറ്റർ ഇൻ ടു ജെറുസലേം. അതുകൊണ്ട് വെളിപാട് പുസ്തകം അത് വായിക്കുന്നവരോടും അത് പഠിക്കുന്നവരോടും പഠിപ്പിക്കുന്നവരോടും പറയുന്നത് ഈ രണ്ട് പ്രതീകങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിച്ചേ മതിയാകുകയുള്ളൂ. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ഇന്ന് ആകമാനമായി പഠിക്കുന്നതിൻ്റെ തലക്കെട്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്നറിയാമോ? കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻറ്റർ ഇൻ ടു ന്യൂ ജെറുസലേം. മനസ്സിലായോ? കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻറ്റർ ഇൻ ടു ജെറുസലേം. അങ്ങനെയെങ്കിൽ ഒറ്റ ചോദ്യം ചോദിച്ച് നമ്മുടെ പഠനം ആരംഭിക്കാം. എന്തുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ കം ഔട്ട് ഓഫ് ബാബിലോൺ എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? എന്തിനാണ് നമ്മളോട് പറയുന്നത് എൻറ്റർ ഇൻ ടു ന്യൂ ജെറുസലേം? അപ്പോൾ ഇന്നത്തെ പഠന വിഷയം വളരെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി കാണും എന്നാണ് എൻ്റെ വിചാരം. കാരണം നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങൾ പഠിച്ചതുപോലെയുള്ള ഒരു ടെക്സ്റ്റിനെ അല്ല നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കുറച്ചുകൂടെ സങ്കീർണമാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി ഇന്നത്തെ ബൈബിൾ പഠന കൂട്ടായ്മയിൽ നമ്മൾ സംബന്ധിച്ചുവെങ്കിൽ മാത്രമേ ഇതിൻ്റെ അർത്ഥതലങ്ങൾ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ 18-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളിയാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ട് പോരുവീൻ എന്നാണ് പറയുന്നത്. ആരെ വിട്ട് പോരണമെന്നാണ് പറയുന്നത്? ബാബിലോണിനെ വിട്ട് നിങ്ങൾ പോരണം. അത് വളരെ പ്രതീകാത്മകമായിട്ടാണ് പറയുന്നത്. അതിൻ്റെ കാരണമാണ് നമ്മൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ ഓഹരിക്കാരാകാതെയും കൂട്ടാളിയാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കുവാൻ അവളെ വിട്ട് പോരുവിൻ. അപ്പോൾ ബാബിലോണിനെ വിട്ട് പോരണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ബാബിലോൺ പാപത്തിൻ്റെയും തിന്മയുടെയും ഒരു വലിയ മൂർത്തിമത് ഭാവമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18-ാം അധ്യായത്തിൽ 17-ഉം 18-ഉം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വിശ്വാസികളായ നമുക്ക് നൽകുന്ന ഒരു ആലോചന എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പാപത്തിൻ്റെ ഘടനകൾ പ്രബലമായി വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ ഘടനകളിൽ നിന്നും തിന്മകളുടെ ഘടനകളിൽ നിന്നും അകലം പാലിക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് കം ഔട്ട് ഓഫ് ബാബിലോൺ എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നാണ് നമ്മൾ വായിച്ചു കണ്ടത്. ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്കത് മുഴുവൻ വിശദീകരിക്കാൻ നമ്മുടെ 45 മിനിറ്റ്സിലെ ബൈബിൾ സ്റ്റഡി കൊണ്ട് സാധിക്കത്തില്ല. അത് തന്നെ വേറൊരു പഠന വിഷയമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ എവിടേക്കാണ് പ്രവേശിക്കേണ്ടത്? പുതിയ യെരുശലേമിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ആ പുതിയ യെരുശലേമിൻ്റെ ചില സവിശേഷതകൾ ഈ പുസ്തകം നമുക്ക് തരുന്ന പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ചില ദർശനങ്ങളെ ഇന്ന് പങ്കുവയ്ക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ നമ്മുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, പുതിയ യെരുശലേം ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം നിലനിൽക്കുന്ന ഇടമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? ദൈവവുമായുള്ള സജീവമായ ബന്ധം, അതിൻ്റെ ഊഷ്മളതയിൽ, അതിൻ്റെ സുദൃഢതയിൽ നിലനിൽക്കുന്ന ഇടമാണ് എന്നാണ് 21-ഉം 22-ഉം അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ന്യൂ ജെറുസലേം ഈസ് ഗോഡ്സ് കവനൻ്റൽ സിറ്റി. ന്യൂ ജെറുസലേം എന്താണ്? ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം നിലനിൽക്കുന്ന ഇടം ആണ്. അങ്ങനെയെങ്കിൽ ബാബിലോണിൻ്റെയോ മഹദിയാം ബാബിലോണിൻ്റെയോ പ്രത്യേകത എന്താണ്? ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം തകർത്തു കളയുന്ന ഇടം. അങ്ങനെയെങ്കിൽ അവളെ ഉപേക്ഷിച്ച് പുതിയ യെരുശലേമിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഒന്നാമത്തെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം തകർത്തു കളയുന്ന എല്ലാ പാപത്തിൻ്റെ ഘടനകളിൽ നിന്നും ദൈവമക്കൾ അകന്നു നിന്ന് ദൈവവുമായുള്ള സജീവവും സുദൃഢവുമായ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ് അത് അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ബാബിലോൺ എന്ന് പറയുന്ന പദം ഒരു സ്ഥലനാമത്തെ ഒരു അടയാളമായി സ്വീകരിച്ചിരിക്കുന്നത്? യെരുശലേം എന്ന് പറയുന്ന സ്ഥലം ഒരു സ്ഥലനാമത്തെ അടയാളമായി സ്വീകരിച്ചിരിക്കുന്നു. ഈ 2 സ്ഥലങ്ങളും നമുക്കറിയാം. ദൈവജനം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ വായിച്ചാൽ അതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാകും. ദൈവജനം ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സൗഖ്യത്തോടെ പാർത്തിരുന്ന ഒരു സ്ഥലമായിട്ടാണ് യെരുശലേമിനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? അടുത്ത രാഷ്ട്രമായ ബാബിലോണിലെ ചക്രവർത്തിയായ നെബൂഖദ്നേസർ ചക്രവർത്തി ആരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി? യെരുശലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. മനസ്സിലായോ? അപ്പോൾ യെരുശലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്ന് പറയുമ്പോൾ ഈ ബാബിലോണിനെ ചക്രവർത്തിയായ നെബൂഖദ്നേസർ ചെയ്ത ഒന്നാമത്തെ കാര്യം യെരുശലേം ദേവാലയം തകർത്തു കളഞ്ഞു.
യെരൂശലേം ദേവാലയത്തിൻ്റെ ചുറ്റുമതിലുകൾ തകർത്ത് കളഞ്ഞു. പട്ടണം തീ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു. ദേവാലയത്തിലുണ്ടായിരുന്ന വിശേഷപ്പെട്ട വസ്തുക്കൾ കൊള്ള ചെയ്തുകൊണ്ട് ബാബിലോണിയ സാമ്രാജ്യത്തിലേക്ക് കടന്നുപോയി. ഇത് മാത്രമല്ല ചെയ്തത്, എന്ത് ചെയ്തു? അനേകരെ പ്രവാസികളായി, അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ജെറുസലേം എന്ന് പറയുന്നത് ദൈവജനം പാർത്തിരുന്ന ഒരിടമായി നമ്മൾ കാണുമെങ്കിൽ, ഈ ദൈവജനം പാർത്തിരുന്ന ഇടത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയ സ്ഥലമാണ് ഏത്? ബാബിലോൺ. ഇത് നമ്മൾ ഓർക്കണം. എന്നാൽ ഈ വെളിപാട് പുസ്തകം എഴുതുന്ന കാലഘട്ടത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിച്ചാൽ, ഇന്ന് ദൈവജനത്തിൻ്റെ സ്ഥാനത്ത് ഏഷ്യ മൈനറിലെ 7 സഭകളെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. അവർ ദൈവജനം തന്നെയാണ്, എന്നാൽ വ്യത്യാസങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞാണ്. ഏഷ്യ മൈനറിലെ 7 സഭകൾ ജീവിക്കുന്ന കാലഘട്ടമാണ്. അവരെ പീഡിപ്പിക്കുന്നത് ആരാണെന്നറിയാമോ? റോമൻ സാമ്രാജ്യമാണ്. ഇന്നലെയും നമ്മൾ പഠിച്ചല്ലോ, യേശു ജനിച്ച കാലത്തും ജീവിച്ച കാലത്തും മരിച്ച കാലത്തും ആദിമസഭയുടെ വളർച്ചയുടെ ആദ്യ നൂറ്റാണ്ടുകളിലെല്ലാം ഭരണം നടത്തിയിരുന്നത് ആരാണ്? റോമൻ ചക്രവർത്തിമാരും റോമൻ ഭരണാധികാരികളുമാണ്. എന്നാൽ വെളിപാട് പുസ്തകം എഴുതിയത് റോമൻ ചക്രവർത്തിയായ ഡൊമീഷ്യൻ്റെ ഭരണകാലഘട്ടത്തിൽ AD 93-95 CE 93-95 കാലഘട്ടത്തിലാണ് എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഭരണം നടത്തുന്ന റോമൻ സാമ്രാജ്യം ഭരണം നടത്തുമ്പോൾ തന്നെ അവർ ക്രിസ്തുവിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന് നേരിട്ട് എഴുതാൻ പറ്റുമോ? അതുകൊണ്ട് റോമൻ സാമ്രാജ്യം ക്രിസ്തുവിശ്വാസികളെ പീഡിപ്പിക്കുന്നു എന്ന് അർത്ഥം സംവേദനം ചെയ്യുവാൻ വേണ്ടിയാണ് പ്രതീകമായി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ആരെ എടുത്തിരിക്കുന്നത്? ബാബിലോണിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നേരിട്ട് റോമൻ സാമ്രാജ്യം പീഡകരാണെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് പകരമായിട്ട് എന്താ പറയുന്നത്? ബാബിലോൺ പീഡകരാണ്. അത് സംഭവം ശരിയാണ്, എല്ലാവർക്കും അറിയാം, ദൈവജനത്തിനറിയാം. കാരണം അവരുടെ പൂർവ്വ മാതാപിതാക്കളെ പീഡിപ്പിച്ച ഭരണകൂടമാണ് ഏത്? ബാബിലോൺ. അതുകൊണ്ട് നീ ബാബിലോണിനെയും ബാബിലോണിൻ്റെ പാപഘടനകളെയും വിട്ട് പുറപ്പെട്ടു വരുവീൻ എന്നുള്ള ആലോചന നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, റോമൻ സാമ്രാജ്യത്തിൻ്റെ പാപത്തിൻ്റെയും തിന്മയുടെയും ഘടനകളിൽ നിന്ന് നീ അകന്നു നിൽക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്ന് നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കണം. ഇതാണ് നമ്മൾ ഈ ഒരു വെളിപാട് പുസ്തകം അങ്ങനെ ചേർത്ത് വെച്ച് പഠിച്ചു പോകുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പുറത്തു വരുന്നത് എന്ന് കാണാൻ സാധിക്കും. എങ്ങനെയാണ് മഹദിയാം ബാബിലോൺ ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം തകർത്ത് കളഞ്ഞത് എന്നുള്ളതിന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നമ്മുടെ പഠനം മുമ്പോട്ട് പോകാം. ബാബിലോൺ ദൈവജനത്തിന് ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം തകർത്തു കളയുവാൻ പരിശ്രമിച്ച ഭരണകൂടമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് അവർ ചെയ്തെന്നറിയാമോ? ദൈവജനത്തെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയി ബാബിലോൺ സാമ്രാജ്യത്തിലാക്കിയപ്പോൾ അവർ ചെയ്ത ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഇവർ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി ബാബിലോണിയ സാമ്രാജ്യത്തിലെ ദൈവങ്ങളെ വിശ്വസിക്കുവാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ദാനിയേൽ, ഹനന്യാവ്, അസറിയാവ്, മീശായേൽ ഇവരുടെ പേരുകളെല്ലാം മാറ്റി ബാബിലോണിലെ ദേവന്മാരുടെ പേരുകളായ ബേൽഷസർ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ പേരുകൾ കൊടുത്തു. ഇതെല്ലാം ബാബിലോണിയ സാമ്രാജ്യത്തിലെ ദേവന്മാരുടെ പേരുകളായിരുന്നു. അങ്ങനെയെങ്കിൽ ബാബിലോൺ സാമ്രാജ്യം എങ്ങനെയാണ് പാപത്തിൻ്റെ ഘടനകൾ വർക്ക് ചെയ്തത് എന്ന് ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ജീവനുള്ള ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ നിന്നും ദൈവജനത്തെ അകറ്റിക്കളഞ്ഞ സമൂഹമാണ് ബാബിലോൺ. ഇന്നത്തെ റോമൻ സാമ്രാജ്യം എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? അവർ ഭരിച്ച പ്രദേശങ്ങളിലെല്ലാം ചക്രവർത്തിമാരുടെ പ്രതിമകൾ ഉയർത്തിക്കെട്ടി. മനസ്സിലായോ? ചക്രവർത്തി ആരാധന നിയമപരമായി നിർബന്ധമാക്കി. പ്രാദേശിക ദൈവിക ആരാധനകളെ പ്രോത്സാഹിപ്പിച്ചു. ഇമ്പീരിയൽ കൾട്ട് ആൻഡ് ലോക്കൽ കൾട്ട്, ഇതിനെ രണ്ടും പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് ഏഷ്യ മൈനറിലെ ക്രിസ്തു വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ഈ പട്ടണത്തിൽ പാർത്തുകൊണ്ട് ആരെയെങ്കിലും ആരാധിക്കുകയാണെങ്കിൽ, ആരെയെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ, ആരിൽ വിശ്വസിക്കണമെന്നറിയാമോ? ഞങ്ങൾ ഉയർത്തിക്കെട്ടിയ ചക്രവർത്തിമാരെ വിശ്വസിക്കുകയും ചക്രവർത്തിമാരുടെ പ്രതിമകളുടെ മുമ്പിൽ വണങ്ങുകയും നിങ്ങൾ ആരെയെങ്കിലും കർത്താവും ദൈവവും എന്ന് വിളിക്കുകയാണെങ്കിൽ ആരെ വിളിക്കണമെന്നറിയാമോ? ഞങ്ങളുടെ ചക്രവർത്തിമാരെ മാത്രമേ വിളിക്കാവൂ എന്ന് ഡൊമീഷ്യൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്ത കാലഘട്ടത്തിലാണ് വെളിപാട് പുസ്തകം എഴുതി. യു ഷുഡ് കോൾ അസ് ഡോമിനസ് എറ്റ് ഡ്യൂസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആരെയെങ്കിലും കർത്താവും ദൈവവും എന്ന് വിളിക്കുകയാണെങ്കിൽ പോലും ആരെ വിളിക്കാവൂ? ചക്രവർത്തിമാരെ മാത്രമേ വിളിക്കാവൂ എന്ന് പറഞ്ഞ കൽപ്പന പുറപ്പെടുവിച്ച ഒരു ചരിത്ര കാലഘട്ടത്തിലാണ് വെളിപാട് പുസ്തകം എഴുതുന്നത്. അതുകൊണ്ട് എങ്ങനെയാണോ ബാബിലോൺ ദൈവജനത്തെ
ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ നകറ്റിക്കളയുവാൻ അന്യദൈവ ആരാധനയ്ക്ക് പ്രേരിപ്പിച്ചത്, അതേപോലെ തന്നെയാണ് വെളിപാട് പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടത്തിലെ റോമൻ സാമ്രാജ്യവും ശ്രമിക്കുന്നത്. ചക്രവർത്തി ആരാധനയിലൂടെയും പ്രാദേശിക ദൈവിക ആരാധനയിലൂടെയും ചക്രവർത്തിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ വണങ്ങുവാനും നമസ്കരിക്കുവാനും ചക്രവർത്തിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ച ഭക്ഷണം കഴിക്കുവാനും അവരെ പ്രേരിപ്പിക്കുക വഴി ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം തകർത്ത് കളവാൻ ശ്രമിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ടാണ് പുത്തൻ യെരൂശലേമിനെ കുറിച്ചുള്ള രേഖപ്പെടുത്തൽ വന്നപ്പോൾ അവിടെ പറയുകയാണ്, അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം നിലനിൽക്കുന്ന ഇടമാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ 4 പ്രത്യേകതകൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ ഒരു വിശുദ്ധ പട്ടണമായിട്ടാണ്, വിശുദ്ധ നഗരമായിട്ടാണ് പുത്തൻ യെരൂശലേമിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ബാബിലോണിനെ ചിത്രീകരിച്ചിരിക്കുന്നത് മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ ഇടമായിട്ടാണ്. അതുകൊണ്ട് മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ ഇടത്തു നിന്നും ഒരു ദൈവ പൈതൽ ജീവിക്കേണ്ടത് ജീവിത വിശുദ്ധിയുടെ അനുഭവത്തിലാകണം എന്നാണ് ആ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഈ പുത്തൻ യെരൂശലേമിൻ്റെ മറ്റൊരു പ്രത്യേകതയായി ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്ത് കാണുന്നത് ഭർത്താവിന് വേണ്ടി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുന്നത് അത് ബ്രൈഡ് എന്ന് പറയുന്ന ഒരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, മണവാട്ടി എന്ന് പറയുന്ന പദമാണ്. എന്നാൽ ബാബിലോണിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണെന്ന് അറിയാമോ? ഈ ബ്രൈഡിന് ജസ്റ്റ് ഓപ്പോസിറ്റായ മറ്റൊരു പദമാണ്. അതെന്താണെന്നറിയാമോ? വേശ്യ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വോർ വേഴ്സസ് ബ്രൈഡ്. ഇതാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. മഹദിയാം ബാബിലോണിനെ ചിത്രീകരിക്കാൻ വേശ്യ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുമ്പോൾ പുതിയ യെരൂശലേമിനെ സൂചിപ്പിക്കാൻ ഏത് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? മണവാട്ടി എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. വേശ്യാവൃത്തി എന്നുള്ളതിൻ്റെയൊക്കെ പഴയ നിയമം പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അന്യ ദൈവങ്ങളിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്ന കപട തന്ത്രങ്ങളെയും വശീകരണ തന്ത്രങ്ങളെയും സൂചിപ്പിക്കാനാണ് ഏത് പദം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? വേശ്യാവൃത്തി. ഇന്ന് റോമൻ സാമ്രാജ്യവും ചെയ്യുന്നത് അത് തന്നെയാണ്. ദൈവത്തിൽ നിന്നും, ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ നിന്നും അന്യ ദൈവങ്ങളിലേക്ക്, ബാബിലോണിയ സാമ്രാജ്യത്തിലെ ദൈവങ്ങളിലേക്ക് ബാബിലോണിനെ ചക്രവർത്തി ആനയിച്ചതുപോലെ ചക്രവർത്തി ആരാധനയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്ന വശീകരണ തന്ത്രമാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായി ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു, ഈ പുതിയ യെരൂശലേം ഭർത്താവിന് വേണ്ടി അലങ്കരിച്ചിരിക്കുന്ന ഒരു മണവാട്ടിക്ക് തുല്യമാണ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ബന്ധത്തിൻ്റെ ഒരു ആഴം എന്താണ്? മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമാണ്. മനസ്സിലായോ? മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ഊഷ്മളവും ഇഴപിരിയാൻ പറ്റാത്തതുമായ ഒരു ബന്ധമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. പുത്തൻ യെരൂശലേമിൻ്റെ മറ്റൊരു പ്രത്യേകതയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥ ദൈവിക ആരാധന നടക്കുന്ന ഇടമായിട്ടാണ്. ബാബിലോണിൻ്റെ പ്രത്യേകത എന്താ? ആൾ ദൈവങ്ങളെയും അദൈവങ്ങളെയും ആരാധിക്കുന്ന ഇടമായിട്ടാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വേദഭാഗം ആദ്യം നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം തകർത്ത് കളയുന്ന ഇടമാണെങ്കിൽ മറ്റൊന്ന് എന്താണ് ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം അതിൻ്റെ സജീവതയിൽ നിലനിർത്തുന്ന ഇടമാണ്. ഇത് പ്രഭാതത്തിൽ നമുക്ക് തരുന്ന ഒന്നാമത്തെ ധ്യാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന എല്ലാ പാപത്തിൻ്റെയും തിന്മയുടെയും ഘടനയിൽ നിന്ന് ബോധപൂർവം അകലം പാലിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവവുമായുള്ള സജീവമായ ഉടമ്പടി ബന്ധത്തിൽ നമ്മുടെ വിശ്വാസ ജീവിത യാത്ര മുന്നോട്ട് നയിക്കണം എന്നാണ് ഈ വേദഭാഗം നമുക്ക് തരുന്ന വലിയ ഉൾക്കാഴ്ച. ഇതിനെ നമ്മൾ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, മാരാമൺ കൺവെൻഷൻ പ്രപഞ്ച സംരക്ഷണത്തിനും പ്രകൃതിയുടെ സംരക്ഷണത്തിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു കൺവെൻഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തത് എന്ന് ആദ്യ ക്ലാസ്സിൽ തന്നെ പറഞ്ഞല്ലോ. ഇന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യം, ദൈവവുമായുള്ള ഒരു ഉടമ്പടി ബന്ധത്തിൻ്റെ തകർച്ച തന്നെയാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒട്ടുമിക്ക പാരിസ്ഥിതിക പ്രശ്നത്തിൻ്റെയും അടിസ്ഥാന കാരണങ്ങളിലൊന്നും. എത്ര താളബന്ധിതമായി ഈ പ്രപഞ്ചവും ജീവജാലങ്ങളും എല്ലാം നിലനിൽക്കുവാനുള്ള ഒരു ബന്ധത്തിൻ്റെ അനുഭവമാണ് ദൈവം നമുക്ക് സൃഷ്ടിച്ച് തന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിന് എവിടെയെങ്കിലും അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അകൽച്ച എവിടെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും? സഹവിശ്വാസികളോടുള്ള ബന്ധത്തിലും പ്രപഞ്ചത്തോടുള്ള ബന്ധത്തിലും സംഭവിക്കും എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രപഞ്ച സംരക്ഷണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു
സ്ഥലം എന്ന് പറയുന്നത് ദൈവവുമായുള്ള ഒരു ഉടമ്പടി ബന്ധം ശക്തമാണെങ്കിൽ സഹജീവികളുമായും ചുറ്റുപാടും പ്രപഞ്ചവുമായുള്ള ബന്ധം സുദൃഢമായി തീരും എന്ന് തന്നെയാണ്. ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് എന്നുള്ള അടിസ്ഥാന വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ പേറുവാൻ സാധിച്ചാൽ ഉത്തരവാദിത്വപൂർണ്ണമായ ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. ദൈവം ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളെ സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായാൽ ഇത് പരസ്പര ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഒരു ജീവിതമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഉടമ്പടി ബന്ധം പുതുക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ന്യൂ കവനൻ്റ് എന്നാണ്. എന്താണ്? പുതിയ ഒരു ഉടമ്പടി. എവിടെയെങ്കിലും പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ പഠനം, വേദപുസ്തക പഠനം അവസാനിച്ച് മടങ്ങിപ്പോകുമ്പോൾ ദൈവവുമായുള്ള ഒരു ഉടമ്പടി ബന്ധത്തിന് എവിടെയെങ്കിലും മങ്ങലോ വിള്ളലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ എൻ്റെ കൊച്ചു ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന പ്രാർത്ഥനയോടെ മടങ്ങിപ്പോകുവാൻ സാധിച്ചാൽ നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മ ഏറ്റവും അർത്ഥപൂർണ്ണമായി തീരും. ഒന്നാമതായി നമ്മൾ കേട്ട ചിന്ത എന്ന് പറയുന്നത് ന്യൂ ജെറുസലേം ആസ് ഗോഡ്സ് കവനൻ്റൽ സിറ്റി എന്നാണ്. ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം നിലനിൽക്കുന്ന സ്ഥലം. ബാബിലോണിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ബാബിലോൺ എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യം എന്നിവിടെ കൂട്ടി ചേർത്ത് വായിക്കണം, വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. പ്രത്യേകത എന്താണ്? ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ നിന്ന് ദൈവജനത്തെ അകറ്റിക്കളയുന്ന ശക്തമായ പാപത്തിൻ്റെ ഘടനകളാകും. എന്നാൽ പുതിയ യെരൂശലേമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം അതിൻ്റെ സജീവതയിൽ നിലനിൽക്കുന്ന ഇടമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം എങ്ങനെയുണ്ട് എന്ന് വിചിന്തനം ചെയ്യുവാൻ ഈ ആദ്യത്തെ ധ്യാനചിന്ത നമ്മളെ സഹായിക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി പുതിയ യെരൂശലേമിൻ്റെ പ്രത്യേകതയായി ഈ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ യെരൂശലേം ദൈവസാന്നിധ്യത്താൽ രൂപാന്തരപ്പെടുന്ന ഇടമാണ് എന്നാണ് രേഖപ്പെടുത്തിയത്. ദൈവസാന്നിധ്യത്താൽ രൂപാന്തരപ്പെടുന്ന ഇടം. ന്യൂ ജെറുസലേം ഈസ് ഗോഡ്സ് ട്രാൻസ്ഫോംഡ് സിറ്റി. പുതിയ യെരൂശലേമിൻ്റെ പ്രത്യേകതയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ദൈവസാന്നിധ്യത്താൽ രൂപാന്തരപ്പെടുന്ന ഇടമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാകണമെങ്കിൽ 17-18 അധ്യായങ്ങളിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങിപ്പോകണം. അവിടെ എന്തിനെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ബാബിലോണിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയത്. ബാബിലോണിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബാബിലോൺ എല്ലാ തിന്മ ശക്തികളുടെയും ഇരിപ്പിടമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാബിലോൺ ആസ് ദ സീറ്റ് ഓഫ് ഓൾ ഈവിൾ ഫോഴ്സസ്, എല്ലാ തിന്മ ശക്തികളുടെയും ഇരിപ്പിടമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പുതിയ യെരൂശലേമിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്താൽ, ദൈവ സാന്നിധ്യത്താൽ നവീകരിക്കപ്പെടുന്ന, ശുദ്ധീകരിക്കപ്പെടുന്ന, രൂപാന്തരപ്പെടുന്ന ഇടം. അവിടെ എന്തിന് പ്രവേശനമില്ല? ഒരു തിന്മ ശക്തികൾക്കും പ്രവേശനമില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അതുകൊണ്ട് പാപത്തിൻ്റെയും തിന്മകളുടെയും ഘടനകളാണ് ബാബിലോണിയ സാമ്രാജ്യത്തെ നിലനിർത്തുന്നതെങ്കിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പാപത്തിൻ്റെയും തിന്മയുടെയും ഘടനകളെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്യുന്ന ദൈവത്താൽ രൂപാന്തരപ്പെടുന്ന ഇടം എന്നുള്ള അർത്ഥമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ന്യൂ ജെറുസലേം ഈസ് ഗോഡ്സ് ട്രാൻസ്ഫോംഡ് സിറ്റി. ആ പുതിയ യെരൂശലേമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ വേദഭാഗത്ത്, നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നും വായിച്ച് ധ്യാനിക്കാനുള്ള സമയമില്ല. പുതിയ യെരൂശലേമിൻ്റെ പ്രത്യേകത അത് ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവുള്ള ഇടമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂ ജെറുസലേം ഈസ് ദ സ്പേസ് വെയർ വി ക്യാൻ എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും അനുഭവിച്ചറിയാൻ സാധിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ 5 പ്രത്യേകതകൾ നമ്മളിന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ 21-22 അധ്യായങ്ങളിൽ അക്കമിട്ട് പറയുന്നുണ്ട്. ഓരോന്നും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദൈവ സാന്നിധ്യം രൂപാന്തരപ്പെടുത്തുന്ന സാന്നിധ്യമാണ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോമിങ് പ്രസൻസ്. പുത്തൻ യെരൂശലേമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്താൽ രൂപാന്തരപ്പെടുത്തപ്പെടുന്ന പട്ടണമാണത്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോമിങ് സ്പേസ്. ഇത് പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാന്നിധ്യമാണ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം എന്നതിനുപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദം എന്ന് പറയുന്നത് കൈനോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ്. കൈനോസ്. ഗ്രീക്കിൽ പുതിയത് എന്ന് സൂചിപ്പിക്കാൻ പല പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കൈനോസ് എന്ന് പറയുന്ന പദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നോട്ട് റിമൂവൽ ബട്ട് റിന്യൂവൽ എന്നാണ് അതിൻ്റെ അർത്ഥം. പദത്തിൻ്റെ അർത്ഥം എന്താ? നോട്ട് റിമൂവൽ ബട്ട് റിന്യൂവൽ, നോട്ട് റീപ്ലേസ്മെൻറ്റ് ബട്ട് റിന്യൂവൽ. അതിലുപരിയായി പറഞ്ഞാൽ എ ക്വാളിറ്റേറ്റീവ് ന്യൂ എക്സ്പീരിയൻസ്. മനസ്സിലായോ? അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഈ പാപത്തിൻ്റെ ഘടനകളെ പൂർണ്ണമായി തുടച്ചു മാറ്റുവാൻ സഹായിക്കുന്ന
തിന്മകളുടെ സാന്നിധ്യത്തെ പൂർണ്ണമായി തുടച്ചു കളയാൻ സാധിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് 21:5 നമ്മൾ വായിക്കുന്നത്, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു, ഐ ആം മേക്കിംഗ് എവ്രിതിങ് ന്യൂ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഏഷ്യ മൈനറിലെ ക്രിസ്തുവിശ്വാസികൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും പീഡനത്തിൻ്റെയും ഒക്കെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്ന ആലോചന എന്താണെന്ന് ചോദിച്ചാൽ, ഈ സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെളിപാട് പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയൂടെ പറഞ്ഞു ഈ തരുണത്തിൽ പറയേണ്ടത് ആവശ്യമാണ്. എവിടെയൊക്കെ വെളിപാട് പുസ്തകത്തിൽ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനോട് ചേർത്ത് തന്നെ കുഞ്ഞാടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം ആരെ സൂചിപ്പിക്കുന്നു? ദൈവം അതുപോലെ തന്നെ കുഞ്ഞാട് എന്തിനെ സൂചിപ്പിക്കുന്നു? ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വെളിപാട് പുസ്തകം നിങ്ങൾ ആകമാനമായിട്ടൊന്ന് പഠിച്ചാൽ എവിടെയൊക്കെ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ടോ അവിടെയെല്ലാം കുഞ്ഞാടിനെ കൂടെ ചേർത്ത് വെച്ചാണ് പറയുന്നത്, ദൈവവും കുഞ്ഞാടും എന്ന്. മനസ്സിലായോ? അതുകൊണ്ട് ദൈവവും ക്രിസ്തുവും എന്ന് ചേർത്ത് വെച്ച് വേണം വെളിപാട് പുസ്തകത്തിൽ വായിക്കാൻ. ഗ്രീക്കിൻ്റെ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷനൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഗ്രീക്ക് ഭാഷയുടെ ഒരു പ്രത്യേകത, എപ്പോഴൊക്കെ നാമം ഉപയോഗിച്ചാലും അതിനു മുമ്പിൽ നാമവിശേഷണം ഉപയോഗിക്കും. അങ്ങനെയെങ്കിൽ ദൈവവും കുഞ്ഞാടും എന്ന് ചേർത്ത് വെച്ച് എഴുതുമ്പോൾ ഭാഷാ നിയമം അനുസരിച്ച് 2 നാമവിശേഷണം ഉപയോഗിക്കണം. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ 2നും കൂടെ ചേർത്ത് ഒറ്റ നാമവിശേഷണം ഉപയോഗിച്ചിട്ടുള്ളൂ. എത്ര അർത്ഥസമ്പുഷ്ടമാണെന്നറിയാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഈ പ്രപഞ്ചത്തിൽ നിർവഹിച്ച രക്ഷാപദ്ധതി ആരിലൂടെയാണ് നിർവഹിച്ചത്? യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു കർത്താവ് ഈ പ്രപഞ്ചത്തിൽ നിർവഹിച്ച രക്ഷാപദ്ധതി ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ദൈവവും കുഞ്ഞാടും എന്ന് ചേർത്ത് വെച്ചാൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എവിടെയാണ് എന്ന് ചോദിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് ദൈവവും കുഞ്ഞാടും എന്ന് ചേർത്ത് വെച്ചാണ് വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിക്കുന്നത്. അത് വെളിപാട് പുസ്തകത്തിൻ്റെ ക്രിസ്റ്റോളജിയുടെ ഒരു വലിയ സവിശേഷതയാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ദൈവ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൻ്റെ വൈതരണികളെ, നിൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ, നിൻ്റെ ജീവിതത്തിൻ്റെ വേവലാതികളെ, നിൻ്റെ ജീവിതത്തിൻ്റെ ആശങ്കകളെ, നീ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധി രൂപാന്തരപ്പെടുത്തുവാൻ പറ്റുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. വിശ്വസിക്കാമോ? തീർച്ചയായിട്ടും ദൈവജനം വിശ്വസിക്കണം. അതിനാണ് വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ ഈ സന്ദേശം നമ്മളോട് പറയുന്നത്. രണ്ടാമതായി പറയുന്ന ഒരു കാര്യം, ഈ ദൈവസാന്നിധ്യം വേർതിരിവുകളെ ഇല്ലാതാക്കുന്നു എന്നാണ്. മനസ്സിലായോ? വേർതിരിവുകളെ ഇല്ലാതാക്കുന്നു. നമ്മൾ എന്താ വായിക്കുന്നതെന്നറിയാമോ? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അങ്ങനെയെങ്കിൽ ഈ പുത്തൻ യെരൂശലേമിൻ്റെ ദർശനം, ആ ഇമേജറി അല്ലെങ്കിൽ ആ പ്രതീകം നമുക്ക് തരുന്ന ഉൾക്കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, ദൈവ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. പ്രിയമുള്ളവരെ, ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ എപ്പോഴും വേണ്ട ഉറപ്പ് എന്താണ്? ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണ്. വെളിപാട് പുസ്തകം അഫയം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഗോഡ് ഈസ് നോട്ട് അവേ ഫ്രം ദ റിയാലിറ്റീസ് ഓഫ് അവർ ലൈഫ്. He is with us in our pain. He is with us in our pathos. And He is with us in our suffering. അതുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് അകലെ നിൽക്കുന്ന ഒരു ദൈവമായിട്ട് കാണരുത്. മറിച്ച് ദൈവം ഇതാ കൂടാരമടിച്ച് ആരുടെ ഇടയിൽ പാർക്കുന്നു? നമ്മുടെ ഇടയിൽ പാർക്കുന്നു എന്ന് പറയുന്ന പ്രത്യാശയുടെ, നമുക്ക് സജീവമായ പ്രതീക്ഷ നൽകുന്ന അടയാളമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തെ കാണുന്ന ഒരു ട്രാൻസെൻഡൻറ്റ് ഗോഡായിട്ടാണ്, അല്ലേ? ഉയരങ്ങളിൽ നിൽക്കുന്ന. വെളിപാട് പുസ്തകം പരിചയപ്പെടുത്തുന്നത് വളരെ ഇമനൻ്റ് ആയിട്ടുള്ളൊരു ഗോഡിനെയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇടയിലുള്ള ഗോഡ്. സോ ട്രാൻസെൻഡൻറ്റ് ബിക്കം ഇമിനൻ്റായി മാറുന്ന ഒരു വലിയ ദർശനമാണ് വെളിപാട് പുസ്തകം നമ്മളോട് പറയുന്നത്. റോമൻ സാമ്രാജ്യത്തിൽ, ശ്രദ്ധയോടെ കേട്ടോണം, അതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട്. റോമൻ സാമ്രാജ്യത്തിൽ ഒരു ചക്രവർത്തി എത്ര ഉയർന്ന സ്ഥാനത്താണെന്നറിയാമോ? ഇതിൻ്റെ 7 അയലത്ത് പോലും ഒരു സാധാരണക്കാരന് പോകാൻ പറ്റത്തില്ല. വലിയ ഹൈറാർക്കിയാണ് റോമൻ സംവിധാനത്തിൽ. റോമൻ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് റിച്ച് ആൻഡ് പുവർ കോൺഫ്ലിക്റ്റ് റോമൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഉണ്ടായിരുന്നു. അവർ സമൂഹത്തെ തന്നെ പല തട്ടുകളായി തിരിച്ചിരുന്നു. അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്. അപ്പർ ക്ലാസ്സിനെ തന്നെ 3 കൂട്ടരായി തിരിച്ചിരുന്നു, ലോവർ ക്ലാസ്സിനെ തിരിച്ചിരുന്നു. ഇതിൻ്റെ ഏറ്റവും അവസാനം ഒരു ക്ലാസ് ഉണ്ട്. എന്താണെന്നറിയാമോ? എക്സ്പെൻഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കപ്പെടേണ്ടവർ. രോഗികൾ, നിരാശ്രയർ, വേദന അനുഭവിക്കുന്നവരൊക്കെ ഏത് കാറ്റഗറിയാണ്? എക്സ്പെൻഡബിൾ. അബാൻഡൻഡ് എന്ന് നമ്മൾ പറയത്തില്ല, എക്സ്പെൻഡബിൾ. അങ്ങനെ ശക്തമായ ഒരു സോഷ്യൽ ഹൈറാർക്കി നിലനിന്നിരുന്ന റോമൻ സാമ്രാജ്യത്തിൽ ജീവിക്കേണ്ടി വന്ന ഏഷ്യ മൈനറിലെ 7 സഭകളിലെ ക്രിസ്തു വിശ്വാസികളോടാണ് വെളിപാട് പുസ്തകം പറയുന്നത്, ഒരു വേർതിരിവും ദൈവം നമ്മുടെ മുമ്പിൽ കാണിക്കുന്നില്ല. അവനൊരു റോമൻ ചക്രവർത്തി ഇരിക്കുന്നത് പോലെ ഉയരങ്ങളിലല്ല, മറിച്ച് മനുഷ്യൻ്റെ പരുപരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഉൾച്ചേരുന്ന ഒരു ദൈവമാണ്. ആരുടെ ദൈവം?
നമ്മുടെ ദൈവം എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പുതിയ യെരൂശലേം നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് തരുന്ന ഉൾക്കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവിധ വേർതിരിവുകളെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ കൂടാരമടിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അവൻ നമ്മോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സൃഷ്ടിയോടൊപ്പം ആരുണ്ട്? സൃഷ്ടാവായ ദൈവം കൂടിയുണ്ട്. ഈ ഒരൊറ്റ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈ സൃഷ്ടിയെ ചൂഷണം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഈ ഒരൊറ്റ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചത്തെ നമുക്ക് ചൂഷണം ചെയ്യാൻ സാധിക്കുമോ? സൃഷ്ടിയോടൊപ്പം വിങ്ങുന്ന, വേദനിക്കുന്ന, സൃഷ്ടിയുടെ ഞരക്കം കേൾക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവുമുണ്ട് എന്ന് വെളിപാട് പുസ്തകത്തിൻ്റെ രചയിതാവ് പറയുന്ന ഈ ഒരു ആലോചന നമുക്കെല്ലാ ചൂഷണത്തെയും, പ്രപഞ്ചത്തോടുള്ള എല്ലാ ചൂഷണത്തെയും അതിജീവിക്കുവാനുള്ള ഒരു പ്രേരക ശക്തിയായി മാറുന്നില്ല എങ്കിൽ എന്താണ് പ്രിയമുള്ളവരെ ഇന്നത്തെ വേദപുസ്തക പഠനത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. മൂന്നാമത് ഈ ദൈവസാന്നിധ്യം എന്താ നൽകുന്നതെന്നറിയാമോ? ദൈവസാന്നിധ്യം കണ്ണീർ തുടച്ച് കളയുന്ന സാന്നിധ്യമാണ് എന്ന് 21:4 വായിക്കുകയാണ്. എന്താ വായിക്കുന്നത്? കണ്ണീർ തുടച്ച് കളയുന്ന സാന്നിധ്യമാണ്. വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിലും ഇതേ കാര്യം തന്നെ വായിക്കുന്നു. എന്താ വായിക്കുന്നറിയാമോ? അവൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ച് കളയും. വളരെ കൃത്യമായിട്ടാണ് അവിടെ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ദൈവത്തിന് പറഞ്ഞാൽ മതിയല്ലോ, നിങ്ങളുടെ കണ്ണുനീരങ്ങ് മാറിപ്പോകട്ടെ. എന്നാൽ ഇവിടെ എങ്ങനെയല്ല പറയുന്നത്, മറിച്ച് എന്താണെന്നറിയാമോ? എന്താണ്? നമ്മുടെ കണ്ണീർ തുടച്ച് കളയും. ഈ സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് കണ്ണീർ തുടച്ച് കളയാൻ എനിക്ക് പറ്റുമോ? പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളോടൊപ്പം കൂടെ ഇരുന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളെയും നൊമ്പരങ്ങളെയും അതേ ആത്മാവിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളിലും നൊമ്പരങ്ങളിലും ഉയർന്നു വരുന്ന കണ്ണീരിനെ തുടച്ച് കളവാൻ സാധിക്കുന്ന ഒരു ദൈവം. നിങ്ങൾ മനസ്സിലാക്കണം, ഏഷ്യ മൈനറിലെ 7 സഭകളിലെ ക്രിസ്തു വിശ്വാസികളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വറ്റാത്ത സാഹചര്യങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ അനുദിന ജീവിതത്തിലെ സംഘർഷങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ തന്നെ നമുക്കൊരു ദിവസത്തെ ബൈബിൾ സ്റ്റഡി ക്ലാസ് വേണം. അവരുടെ അനുദിന ജീവിതത്തിൽ കണ്ണീർ വറ്റാത്ത കണ്ണീർ കയങ്ങളായി അവരുടെ കണ്ണുകൾ മാറുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അവരോട് പറയുന്ന ആശ്വാസത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ സന്ദേശം എത്ര അർത്ഥവത്താണ്. നിങ്ങളുടെ കണ്ണീർ തുടച്ച് കളയുന്ന ഒരു ദൈവം. ഇന്നൊരു പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയോ മറ്റോ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളുടെ മധ്യത്തിൽ കണ്ണീർ ഇറ്റിറ്റു വീണുകൊണ്ട് ആരെങ്കിലും വചനം കേൾക്കുന്നുവെങ്കിൽ ഈ വചനം നമ്മുടെ കണ്ണീർ തുടച്ച് കളയുന്ന വചനമാണ് എന്ന് വിശ്വസിക്കും. അടുത്ത പ്രത്യേകത, പുത്തൻ യെരൂശലേമിൽ എന്തില്ല എന്നാണ്? മരണമില്ല എന്നാണ്. ഞാനത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, മരണമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവത്തിൻ്റെ പൂർണ്ണ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരണത്തെ വേദപുസ്തകത്തിൽ പലപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത് ചില സന്ദർഭങ്ങളിലൊക്കെ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയായിട്ടാണ് പലയിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഈ ടെക്സ്റ്റിനെ കാണാൻ ശ്രമിച്ചാൽ, ഇതാ ദൈവസാന്നിധ്യത്തിൻ്റെ പൂർണ്ണ നിറവ് ആരോടൊപ്പമുണ്ട്? നിന്നോടൊപ്പമുണ്ട്. നീ ആരോടൊപ്പമാണ് ഇപ്പോൾ? ആരോടൊപ്പമാണ്? ഇത് ദൈവത്തോടൊപ്പമായിരിക്കുന്ന അവസ്ഥയാണ് പ്രിയമുള്ളവരെ മരണമില്ലാത്ത അവസ്ഥ. മനസ്സിലായോ? അത് ശാരീരിക മരണം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ദൈവത്തോടൊപ്പമായിരിക്കുന്ന അവസ്ഥ. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ എന്തിനാണ് മരണത്തെ നമ്മൾ പേടിക്കുന്നത്? ഇന്ന് നീ ക്രിസ്തുവിനോടൊപ്പമാണ് നിൻ്റെ ജീവിതം എന്ന് നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെങ്ങോ സംഭവിക്കുവാൻ പോകുന്ന നാളത്തെ മരണത്തെക്കുറിച്ച് നീ എന്തിന് ഭയപ്പെടുന്നു? അതുകൊണ്ട് ഇവിടെ മരണമില്ല എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? വിശ്വാസികളുടെ ജീവിതം ആരോടൊപ്പമാണ്? ദൈവത്തോടൊപ്പമാണ്. ദൈവസാന്നിധ്യം നിറവിലാണ്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ബോൺഹോഫറാണ്. ബോൺഹോഫർ നിങ്ങൾക്കറിയാം, ജർമ്മനിയിലെ നാസി ഭരണാധികാരികളുടെ കീഴിൽ ക്രൂരമായി വേട്ടയാടപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട, രക്തസാക്ഷിയായി തീരേണ്ടി വന്ന അനുഗ്രഹീതനായ ഒരു പട്ടക്കാരനായിരുന്നു ബോൺഹോഫർ ശുശ്രൂഷ ചെയ്ത വേളയിൽ ബോൺഹോഫറിനെ പീഡിപ്പിക്കുവാൻ വേണ്ടി, ഉപദ്രവിക്കുവാൻ വേണ്ടി, രക്തസാക്ഷിയാക്കുവാൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോയ നാസി ഭരണാധികാരികളോട്, പിടിച്ചുകൊണ്ടുപോയ മിലിറ്ററിയോട്, പടയാളികളോട് ബോൺഹോഫർ അവസാനമായി പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയാമോ? ഫോർ യു ദിസ് മേ ബി ദ എൻഡ് ഓഫ് മൈ ലൈഫ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെന്തായിരിക്കും? എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായിരിക്കും. ബട്ട് ഫോർ മീ ദിസ് ഈസ് ഓൺലി ബിഗിനിങ് ഓഫ് എ ന്യൂ ലൈഫ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടൊപ്പമുള്ള എൻ്റെ ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരിക്കും. അതുകൊണ്ടൊരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം, മരണഭീതിയിൽ കഴിയുന്ന ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ ഇന്നത്തെ ജീവിതം ക്രിസ്തുവിലാണോ എന്ന് ഉറപ്പാക്കിയാൽ മാത്രം മതി എന്നാണ് ഈ ടെക്സ്റ്റ് നമ്മളോട് സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കണം. ഇന്ന് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ കർത്താവിനോടൊപ്പം നിത്യമായ വാസമുണ്ട് എന്നുള്ള ഉറപ്പ് ഈ വേദഭാഗം കൃത്യമായി നമുക്ക് നൽകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് പറയുന്നു, ദുഃഖവും മുറവിളിയും കഷ്ടതയും
അവിടെ ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ ഇത് ഏഷ്യ മൈനറിലെ ക്രിസ്തു വിശ്വാസികളുടെ അനുദിന ജീവിത സംഘർഷങ്ങളുടെയും വേദനകളുടെയും നൊമ്പരങ്ങളുടെയും ആഴം എത്രയാണെന്ന് മനസ്സിലാക്കി വേണം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ദുഃഖഭാരത്തോടുകൂടി മുറവിളിയോടുകൂടി സമാനതകളില്ലാത്ത കഷ്ടാനുഭവങ്ങളിൽ ജീവിക്കുന്ന, നാളത്തെ എൻ്റെ ജീവിതം എങ്ങനെയായി തീരും എന്നുള്ള അനുഭവത്തോടുകൂടി കണ്ണീർ കയങ്ങളിൽ ജീവിക്കുന്ന ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവർക്കും ഈ പുതിയ യെരൂശലേം എന്ന് പറയുന്ന പ്രതീകം പ്രത്യാശയുടെ പ്രതീകമാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? അത് ദൈവത്തിൻ്റെ രൂപാന്തരപ്പെടുത്തപ്പെട്ട പട്ടണം. ഇറ്റ് ഈസ് എ ഗോഡ്സ് ട്രാൻസ്ഫോമിങ് സിറ്റി. ഇതെന്താണ്? ദൈവത്തിൻ്റെ രൂപാന്തരപ്പെടുത്തപ്പെട്ട പട്ടണമാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകതയായി ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പുതിയ യെരൂശലേമിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അത് നീതിയും സമാധാനവും നിലനിൽക്കുന്ന ഇടമായിട്ടാണ്. പുത്തൻ യെരൂശലേം എന്താണ്? നീതിയും സമാധാനവും നിലനിൽക്കുന്ന ഇടമാണ്. ന്യൂ ജെറുസലേം ഈസ് ഗോഡ്സ് ഓൾട്ടർനേറ്റീവ് സിറ്റി ഓഫ് ജസ്റ്റിസ്, പീസ് ആൻഡ് വെൽബീയിങ്. പുതിയ യെരൂശലേം ദൈവത്തിൻ്റെ നീതിയും സമാധാനവും നിലനിൽക്കുന്ന പട്ടണമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂ ജെറുസലേം ഈസ് ഗോഡ്സ് ഓൾട്ടർനേറ്റീവ് സിറ്റി ഓഫ് ജസ്റ്റിസ്, പീസ് ആൻഡ് വെൽബീയിങ്. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടം എന്തിടമാണെന്നറിയാമോ? എന്തിടമാണെന്നറിയാമോ? സമാധാനമുള്ള ഇടമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന, ദൈവമക്കൾ അനുഭവിച്ചറിയുന്ന ഇടം നീതി പുനഃസ്ഥാപിക്കപ്പെടുന്ന ഇടമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ഇടം പരസ്പര കരുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഇടമാണ്. ഈ ഒരു ഉൾക്കാഴ്ചയാണ് പുതിയ യെരൂശലേം നമുക്ക് തരുന്നത്. അതുകൊണ്ട് പുതിയ യെരൂശലേം എന്ന് പറയുന്ന പ്രതീകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു ദൈവ പൈതൽ ജീവിക്കുന്നത്, അവൻ്റെ അനുദിന ജീവിതം ക്രമീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യ ക്ലാസ്സിൽ കേട്ടതുപോലെ നീതി പുനഃസ്ഥാപിക്കപ്പെടും, സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും, പരസ്പരം കരുതലിൻ്റെയും കൂട്ടായ്മയുടെയും സംഘബോധത്തിൻ്റെയും ഒരുമയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഉൾക്കാഴ്ചയാണ് ഈ വേദഭാഗം തരുന്നത്. എന്നാൽ ബാബിലോൺ അങ്ങനെയല്ല എന്നാണ് 17-18 അധ്യായത്തിൽ വായിക്കുന്നത്. ബാബിലോണിൻ്റെ പ്രത്യേകത എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയാമോ? ബാബിലോൺ ഈസ് ആൻ എക്കണോമിക് എക്സ്പ്ലോയിറ്റർ. സാമ്പത്തിക ചൂഷണം നിലനിൽക്കുന്ന ഇടമാണ്. എവിടം? ബാബിലോൺ. ബാബിലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യം മറ്റ് സാമ്രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി അവിഹിതമായി പണം ഉണ്ടാക്കി അനേകരുടെ രക്തം ചൊരിഞ്ഞ് ചൂഷണത്തിലൂടെയും പീഡനത്തിലൂടെയും സമ്പത്തുണ്ടാക്കി ആ സമ്പത്തിൽ അഭിരമിക്കുമ്പോൾ ബാബിലോണിനെ പോലെ തന്നെയാണ് ആരും? റോമൻ സാമ്രാജ്യവും. അത് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഇടമാണ്. അതുകൊണ്ടാണ് നമ്മൾ 18-18 അധ്യായം വായിക്കുമ്പോൾ ബാബിലോൺ നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു പോകുന്ന ഒരു കാഴ്ച യോഹന്നാൻ ദർശനത്തിൽ കാണുന്നുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ പ്രൗഢിയും ഇതിൻ്റെ ശക്തിയും സാമ്രാജ്യത്തിൻ്റെ എല്ലാ ശക്തിയും തകർന്നു പോകുന്നുണ്ട്. ആ സാമ്രാജ്യം തകരുമ്പോൾ അവിടെ മാറത്തടിച്ച് കരയുന്ന 3 കൂട്ടരെക്കുറിച്ച് 18 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ബാബിലോൺ തകരുകയാണ്. മഹാനഗരമായ ബാബിലോണെ, നിനക്ക് ഈ തകർച്ച സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് ചൂഷണത്തിലൂടെ രക്തച്ചൊരിച്ചിലൂടെ വളർന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ തകർച്ച വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയല്ല, ഏത് കാലഘട്ടത്തിലും പീഡനത്തിൻ്റെ മാർഗങ്ങൾ ഉപയോഗിച്ച്, അക്രമ മാർഗങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ചൂഷണത്തിൻ്റെ മാർഗങ്ങൾ ഉപയോഗിച്ച് ഉയർന്നു വളർന്നു വരുന്ന സാമ്രാജ്യങ്ങൾക്കെല്ലാം സംഭവിക്കുവാൻ പോകുന്ന തകർച്ചയുടെ ഒരു സൂചകം മാത്രമാണ് ബാബിലോണിന് സംഭവിച്ച തകർച്ചയായി വെളിപാട് പുസ്തകത്തെ നമ്മൾ വായിക്കേണ്ടത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആരാ കരയുന്നതെന്നറിയാമോ? 18-10 പറയുന്നു, ഭൂമിയിലെ രാജാക്കന്മാർ കരയുന്നു. 18-11 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ഭൂമിയിലെ വ്യാപാരികൾ കരയുന്നു. 18-19 പറയുന്നു, കടലിൽ കപ്പലോട്ടമുള്ളവർ കരയുന്നു. അപ്പോൾ ബാബിലോണിൻ്റെ തകർച്ചയിൽ കരയുന്നത് ആരാണ്? സാധാരണക്കാരുമല്ല, പിന്നെ ആരാണ്? അവരുടെ പക്ഷത്ത് നിന്ന് പണമുണ്ടാക്കുന്നതിൽ, അമിതമായി ആർജിക്കുന്നതിൽ കൂട്ടാളികളായി തീർന്നവരെല്ലാം കരയുകയാണ്. അയ്യോ, ഞങ്ങളുടെ കൂടെ സമ്പത്തിൻ്റെ ഭാഗമായി കെട്ടിപ്പടുത്ത ഉയർത്തിക്കെട്ടിയ സാമ്രാജ്യം നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു പോയല്ലോ എന്ന് പറഞ്ഞ് അവർ മാറത്തടിച്ച് കരയുന്നു. വീട്ടിൽ പോയി വായിക്കണം, ആ കരച്ചിലിൻ്റെ തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വ്യാപാരികൾ നടത്തുന്ന കച്ചവടം എന്തായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. വ്യാപാരികൾ നടത്തുന്ന കച്ചവടം മനുഷ്യക്കടത്തായിരുന്നു എന്നുള്ളതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രാണൻ, ദേഹം ഇവയെ ഒരു ചരക്കായി കണ്ട് ട്രാൻസാക്ട് ചെയ്യുകയാണ്. അവർക്ക് സംഭവിക്കുന്ന തകർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ബാബിലോൺ സമാധാനം കെടുത്തിക്കളയുന്ന ഇടമാണെങ്കിൽ, ഈ ബാബിലോൺ നീതി നിഷേധിക്കുന്ന ഇടമാണെങ്കിൽ, അതിന് ബദലാണ് പുതിയ യെരൂശലേം. അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് നീതിയും സമാധാനവും പുനഃസ്ഥാപിക്കുന്ന ഇടമാണ് ജെറുസലേം ആസ് ഗോഡ്സ് ഓൾട്ടർനേറ്റീവ് സിറ്റി ഓഫ് ജസ്റ്റിസ്, പീസ് ആൻഡ് വെൽബീയിങ്. ആ പട്ടണമാണ്. അതുകൊണ്ട് തന്നെ പുതിയ യെരൂശലേമിൽ 4 കാര്യങ്ങളില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 കാര്യങ്ങളില്ല. എന്താ ഇല്ലാത്തതെന്നറിയാമോ? അതിലൊന്ന്
സമുദ്രം അതിലില്ല. അയ്യോ, അത് കേൾക്കുമ്പോൾ നമുക്കാകെ അസ്വസ്ഥയായി തീരും അല്ലേ? നമ്മൾ ജീവനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവിടെ പറയാണ് സമുദ്രമില്ല. സമുദ്രം എന്ന് പറയുന്നതിനെയും ഇവിടെ ഒരു സിമ്പലായിട്ടൊരു അടയാളമായിട്ട് എടുക്കണം. കാരണം അതിന് പല അർത്ഥധ്വനികളുണ്ട്. അന്നത്തെ ഒരു രാഷ്ട്രീയ തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സമുദ്രം എപ്പോഴും ഒരു കയോട്ടിക് അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. കയോസ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് എന്താണ്? കാരണം സമുദ്രത്തിൽ ഇങ്ങനെ ഓളങ്ങളും തിരമാലകളും എപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അസ്വസ്ഥയാണ്. നാളെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. മനസ്സിലായോ? അങ്ങനെയുള്ള സാഹചര്യം എവിടെ ഉണ്ടാകുകയില്ല? യെരുശലേമിൽ ഉണ്ടാകുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് നമ്മൾ ഇപ്പോൾ കേട്ടതുപോലെ അന്നത്തെ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് എല്ലാം, അൺജസ്റ്റ് ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് എല്ലാം നടന്നത് എവിടെയാണ്? ഇതിലൂടെയാണ്, സമുദ്രത്തിലൂടെയാണ്. അങ്ങനെയുള്ള അൺജസ്റ്റ് ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ഇനി ഉണ്ടാകുകയില്ല എവിടെ? പുതിയ യെരുശലേമിൽ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരർത്ഥം, യഹൂദന്മാരുടെ ഒരു മിത്തോളജി അനുസരിച്ച് എല്ലാ തിന്മകളുടെയും ഇരിപ്പിടമാണ് സമുദ്രം. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് മൃഗം എവിടുന്നാണ് കയറി വരുന്നതെന്നറിയാമോ? സമുദ്രത്തിൽ നിന്നാണ് കയറി വരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തിന്മ ശക്തികളുടെ ഇരിപ്പിടം എന്ന നിലയിൽ ഇല്ല എന്നാണ്. അല്ലാതെ നമ്മൾ വെളിപാട് പുസ്തകം വായിച്ചു സമുദ്രമില്ല എന്ന് പറഞ്ഞു, ഇനി പിന്നെ എങ്ങനെ അത് വായിക്കാൻ പറ്റുന്നത്? അതിൻ്റെ അർത്ഥം ഇതാണ്, അതൊരു അടയാളം മാത്രമാണ്. അതിൻ്റെ അർത്ഥം അനിശ്ചിതത്വമില്ലാത്ത ഇടമാണ് പുതിയ യെരുശലേം. അവിടെ അൺജസ്റ്റ് ഇക്കണോമി ഫങ്ഷൻ ചെയ്യത്തില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തിന്മയ്ക്കും അവിടെ സ്വാധീനമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് പുത്തൻ യെരുശലേമിൽ എന്തില്ല? സമുദ്രം ഇല്ല. 2, പുത്തൻ യെരുശലേമിൽ മന്ദിരം കണ്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ടെമ്പിൾ ഇല്ല എന്നാണ് പറയുന്നത്. എൻ്റെ ചിന്തയിൽ അത് അന്ന് റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ചക്രവർത്തി ആരാധനയ്ക്ക് വേണ്ടിയുള്ള ടെമ്പിളും അതുകൊണ്ട് പ്രാദേശിക ദൈവിക ആരാധനയ്ക്ക് വേണ്ടിയുള്ള ടെമ്പിളും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പകരമായിട്ട് 22-ാം വാക്യത്തിൽ എന്താ പറയുന്നത് അറിയാമോ? സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും എന്താകുന്നു? അതിൻ്റെ മന്ദിരമാകുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ചക്രവർത്തി ആരാധന അവിടെ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ വേണം മന്ദിരമില്ല എന്നുള്ള ആ വാക്യത്തെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. 21-5 പറയുന്നു ഗോപുരം അടയ്ക്കുകയില്ല. പുതിയ യെരുശലേമിൽ എന്തില്ല എന്നാണ് പറയുന്നത്? ഗോപുരത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അറിയാമോ? ഒരു ചെറിയ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഗോപുരത്തിലൂടെ കടന്നു പോകണം. മനസ്സിലായോ? ഒരു റോമൻ ചക്രവർത്തിയൊക്കെ ഒന്ന് സന്ദർശിക്കാൻ പറ്റത്തില്ല. പറ്റണമെങ്കിൽ പോലും എത്ര ഗോപുരങ്ങൾ കടന്നു പോകണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പുത്തൻ യെരുശലേം വേർതിരിവുകളില്ലാത്ത, മനസ്സിലായോ, ആർക്കും എപ്പോഴും പരസ്പരം കണ്ടുമുട്ടാവുന്ന, പരസ്പരം സൗഹാർദ്ദം പങ്കുവയ്ക്കാവുന്ന ഒരു ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി ആയിരിക്കും. ദർ ഈസ് നോ ഹൈറാർക്കി അറ്റ് ഓൾ എന്നുള്ളതാണ് അതിൻ്റെ ഗോപുരം അടയ്ക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സഹവർത്തിത്വം നിലനിൽക്കുന്ന, കോർപ്പറേഷൻ നിലനിൽക്കുന്ന, പരസ്പര സ്നേഹബന്ധത്തിൻ്റെ ആഴവും അതിൻ്റെ ഊഷ്മളതയും അതിൻ്റെ സുദൃഢതയും നിലനിൽക്കുന്ന, നിൻ്റെയും എൻ്റെയും ജീവിതം പരസ്പരം ചേർന്ന് നിൽക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമായി തീരുന്നത് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ലിവിങ് എൻറിച്ച് ചെയ്യുന്ന ഒരു സ്പേസായിട്ടാണ് പുതിയ യെരുശലേമിനെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. 4-ാമത് പറയുന്നു അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നത്. 21-27, 22-15 വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അവിടെ എന്തൊക്കെ ഇല്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ പുത്തൻ യെരുശലേമിൽ ചില കാര്യങ്ങളില്ല. എന്തൊക്കെയില്ല? സമുദ്രമില്ല, മന്ദിരം അതിൽ കണ്ടില്ല, ഗോപുരം അടയ്ക്കുകയില്ല, പിന്നെ എന്താണ്? അശുദ്ധമായത് യാതൊന്നും അതിൽ പ്രവേശിക്കത്തില്ല. സോ ന്യൂ ജെറുസലേം ഈസ് God's alternative city of justice, peace and well-being. മനസ്സിലായോ? ചൂഷണമില്ലാത്ത ഒരിടമാണ് എവിടം? പുതിയ യെരുശലേം. അതുകൊണ്ട് പുതിയ യെരുശലേം ഇന്ന് പരിസ്ഥിതിക്ക് നമുക്ക് നൽകുന്ന ദർശനം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ യെരുശലേം ചൂഷണമില്ലാത്ത ഇടമാണ്. അങ്ങനെയെങ്കിൽ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലും ഈ പുതിയ യെരുശലേമിൽ അംഗങ്ങളാകുവാൻ ആഗ്രഹിച്ച് അതിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങി കാത്തിരിക്കുന്നത് നമ്മൾ പ്രവേശിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് വലിയ സിഗ്നിഫിക്കൻ്റ് ആണ് അത് നൽകുന്നത്. അതുകൊണ്ട് ചൂഷണമില്ലാത്ത അവസ്ഥയാണ് യഥാർത്ഥ സമാധാനം എന്നുള്ളതും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചൂഷണമില്ലാത്ത, സമാധാനം നിലനിൽക്കുന്ന, നീതി അതിൻ്റെ പൂർണ്ണതയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരിടമാണ് പ്രിയമുള്ളവരെ ഏതിടം? പുതിയ യെരുശലേം. അതുകൊണ്ട് പറയുകയാണ് കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻ്റർ ഇൻടു ന്യൂ ജെറുസലേം എന്ന് പറയും. എൻ്റെ സമയം തീരുകയാണ്. എനിക്കൊരു 10 മിനിറ്റ് കൂടിയാണ് ബൈബിൾ പഠനത്തിലുള്ളത്. ആ സമയത്തിനുള്ളിൽ നമ്മുടെ പഠനം അവസാനിക്കാം. നമ്മൾ അവസാന പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ യെരുശലേമിൻ്റെ 3 പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. നിങ്ങൾ കുറച്ച് പേരൊക്കെ കുറിച്ച് വെക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് പോയിന്റിലും കുറിച്ച് വെക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ചിന്ത. 4-ാമത്തെ പ്രത്യേകത, പുതിയ യെരുശലേം ജീവൻ അതിൻ്റെ സമൃദ്ധിയിൽ ആഘോഷിക്കുന്ന ഇടമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂ ജെറുസലേം ഈസ് എ സ്പേസ് സെലിബ്രേറ്റിംഗ് ലൈഫ് ഇൻ ഇറ്റ്സ് ഫുൾനെസ്. ജീവൻ അതിൻ്റെ പൂർണ്ണതയിൽ ആഘോഷിക്കുന്ന ഇടമായി പുതിയ യെരുശലേമിനെ രേഖപ്പെടുത്തിയിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ എൻ്റെ പഠനത്തെ ഫോളോ ചെയ്ത് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ മഹദിയാം ബാബിലോണിൻ്റെയോ റോമൻ സാമ്രാജ്യത്തിൻ്റെയോ പ്രത്യേകത എന്തായിരിക്കും? നമ്മളൊരു കമ്പാരിസണിലാണല്ലോ പഠിച്ചു വരുന്നത്. എന്തായിരിക്കും? പറഞ്ഞോ.
ജീവനെ നിഷേധിക്കുന്ന മർദ്ദക ഘടനയായിരുന്നു. അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാബിലോൺ ആസ് എ മർഡറർ, ജീവനെ നിഷേധിക്കുന്ന മർദ്ദക ഘടനയായിരുന്നു ബാബിലോൺ എന്ന് 17ഉം 18ഉം അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയതിനു ശേഷം 21ഉം 22ഉം അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പുതിയ യെരൂശലേം എന്താണ്? ജീവൻ അതിൻ്റെ സമൃദ്ധിയിൽ ആഘോഷിക്കുന്ന ഇടമാണ്. നമുക്കറിയാം, റോമൻ സാമ്രാജ്യം അനേകരുടെ രക്തം ചൊരിഞ്ഞ ഇടമാണ്. 17ആം അധ്യായം 6ആം വാക്യം മാത്രം ഞാൻ വായിക്കട്ടെ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് ഒരു സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. ഇതാരെ സൂചിപ്പിക്കാനാണ്? ബാബിലോണിനെയും വേറെ ആരെ കൂടെ? റോമൻ സാമ്രാജ്യത്തെയും സൂചിപ്പിക്കാനാണ് രേഖപ്പെടുത്തുന്നത്. ധാരാളം വാക്യങ്ങൾ വായിക്കാനുണ്ട്, പക്ഷേ നമുക്ക് സമയം കുറവായതുകൊണ്ട് ഒറ്റ വാക്യം ഞാൻ വായിച്ചു നിർത്തിയാണ്. നിങ്ങൾ ടാസിറ്റസ് എന്ന് പറയുന്ന റോമൻ ഹിസ്റ്റോറിയൻ എഴുതിയ പുസ്തകങ്ങൾ വായിക്കണം. ആ പുസ്തകങ്ങളിൽ കൃത്യമായി റോമൻ സാമ്രാജ്യം ക്രിസ്തുവിശ്വാസികളെ എങ്ങനെയാണ് പീഡിപ്പിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപാട് പുസ്തകം എഴുതുന്ന കാലഘട്ടത്തിന് മുമ്പ് ഏകദേശം AD 63, 64, 65 കാലഘട്ടങ്ങളിൽ ഭരണം നടത്തിയ റോമൻ ചക്രവർത്തിയാണ് നീറോ എന്ന് പറയുന്ന ചക്രവർത്തി. വെളിപാട് പുസ്തകം അതിനുശേഷം ഏകദേശം ഒരു 30 വർഷത്തിന് ശേഷമാണ് എഴുതിയത്. അത് എഴുതിയ കാലഘട്ടത്തിലെ ചക്രവർത്തി ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. എന്നാൽ ഈ നീറോ ചക്രവർത്തി എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത് എന്ന് റോമൻ ഹിസ്റ്ററിയിൽ ടാസിറ്റസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. റോമിലൊരു ചെറിയ അഗ്നിബാധയുണ്ടായി. അഗ്നിബാധ ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ കണ്ടെത്തിയ തന്ത്രങ്ങളിൽ ഒരു തന്ത്രം നാച്ചുറൽ കലാമിറ്റി പോലും എന്തുകൊണ്ടുണ്ടാകുന്നതെന്നറിയാമോ? ക്രിസ്തീയ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നതാണ് എന്നാണ് അവർ പറഞ്ഞത്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പല മാർഗങ്ങൾ അവർ നോക്കി നടന്നപ്പോൾ അവർ കണ്ടെത്തിയത് എന്താണ്? ഒരു നാച്ചുറൽ കലാമിറ്റി പോലും ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ ഒരു അഗ്നിബാധയുടെ കാരണം ആരുടെ മേൽ കെട്ടിച്ചുമത്തി? ക്രിസ്ത്യാനികൾ. പിന്നീട് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് നീറോ തന്നെ കത്തിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, റോം കത്തിയെരിഞ്ഞപ്പോൾ നീറോ എന്ത് വായിക്കുകയായിരുന്നു? വീണ വായിക്കുകയായിരുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ ചെയ്തതാകാം, നമുക്കതിൻ്റെ ട്രൂ എവിഡൻസ് ഇല്ല. എന്നാൽ ഇതിൻ്റെ പേരിൽ ആരെ പീഡിപ്പിക്കുവാൻ തുടങ്ങി? ക്രിസ്ത്യാനികളെ. റോമിലേക്ക് പോകുന്ന വഴിയുടെ അരികിലുണ്ടായിരുന്ന വൃക്ഷങ്ങളിൽ ക്രിസ്ത്യാനികളുടെ ശരീരം വലിച്ചു കെട്ടി രാത്രി അവരുടെ ശരീരം കത്തിച്ച് സ്ട്രീറ്റ് ലൈറ്റുകളായി ഉപയോഗിച്ചു. കൂർത്തുമൂർത്തും ആയുധങ്ങളുടെ മേൽ ക്രിസ്ത്യാനികളെ ഫ്ലാറ്റായി കയറ്റി കിടത്തി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുമ്പോൾ ഈ ആയുധങ്ങൾ ശരീരത്തിൽ തുളച്ചു കയറി അനേക ക്രിസ്ത്യാനികൾ രക്തസാക്ഷിയായി തീർന്നു. മൃഗങ്ങളുടെ തോലിൽ ചുറ്റി വെയിലത്തിടും. മൃഗങ്ങളുടെ തോലിനൊരു പ്രത്യേകതയുണ്ട്, വെയിലടിക്കുമ്പോൾ അത് വികസിക്കുകയല്ല, ചുരുങ്ങുകയാണ്. അനേക ക്രിസ്തുവിശ്വാസികൾ ശ്വാസം കിട്ടാതെ മരണപ്പെട്ടു. ഇതെല്ലാം സഹിക്കാം. ദിവസങ്ങളോളം പട്ടിണിക്കിട്ട മൃഗങ്ങളുടെ മുമ്പിൽ കൈകാലുകൾ കെട്ടി ക്രിസ്ത്യാനികളെ വലിച്ചെറിയും. ഇവരുടെ ശരീരങ്ങളിലേക്ക് വിശപ്പ് സഹിക്കാത്ത വന്യമൃഗങ്ങൾ ചാടിക്കേറി ഇവരുടെ ശരീരം ഛിന്ന ഭിന്നമാക്കി ആഹരിക്കുന്നത് കണ്ട് നീറോയും പരിവാരങ്ങളും വലിയ ഉയർന്ന സ്ഥലങ്ങളിലിരുന്ന് കൈകൊട്ടി ആഹ്ലാദിച്ചു. ഇതിനെയാണ് വെളിപാട് പുസ്തകത്തിൽ പ്രതീകമാക്കി പറയുന്നത്, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് ഒരു സ്ത്രീ മത്തയായിരിക്കുന്ന കണ്ടു. റോമൻ സാമ്രാജ്യം അങ്ങനെ ചെയ്യുന്നത് നേരിട്ട് പറയാൻ പറ്റുമോ? അവരുടെ കാലഘട്ടത്തിലായി പുസ്തകം എഴുതുന്ന പറ്റത്തില്ല. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം. അതുകൊണ്ട് വെളിപാട് പുസ്തകം ഇൻഡയറക്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. നമ്മളതിൻ്റെ ആഴമേറിയ അർത്ഥങ്ങളിലേക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒറ്റ വാക്കി ഞാൻ പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ. ഒന്ന്, റോമൻ സാമ്രാജ്യം ബാബിലോൺ ജീവൻ നിഷേധിക്കുന്ന ഘടനയാണെങ്കിൽ പുത്തൻ യെരൂശലേമിൻ്റെ പ്രത്യേകത എന്താണ്? ജീവൻ അതിൻ്റെ സമൃദ്ധിയിൽ ആഘോഷിക്കുവാൻ സഹായിക്കുന്ന ഇടമാണ്. മുമ്പേ നമ്മൾ പഠിച്ചു, പുത്തൻ യെരൂശലേമിൽ 4 കാര്യങ്ങളില്ല എന്ന് പഠിച്ചു ഉറപ്പാണേ? അങ്ങനെയെങ്കിൽ പുത്തൻ യെരൂശലേമിലുള്ള 4 കാര്യം കൂടെ പറഞ്ഞ് നമ്മുടെ ധ്യാനം അവസാനിപ്പിക്കാം. അതിലൊന്ന്, പുത്തൻ യെരൂശലേമിൽ ജീവജലത്തിൻ്റെ നദിയുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അത് ലൈഫിനെ എൻറിച്ച് ചെയ്യുന്നതാണോ? ജീവജലത്തിൻ്റെ നദിയുണ്ട്. 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദാഹിക്കുന്ന ഏവനും സൗജന്യമായി കൊടുക്കും. മനസ്സിലായോ? റോമൻ സർക്കാർ ഏറ്റവും കൂടുതൽ ടാക്സ് ഇടുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ വെള്ളത്തിനാണ്. മനസ്സിലായോ? എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതിനെ കൗണ്ടർ ചെയ്യാൻ, അവരുടെ ടാക്സ് സിസ്റ്റത്തെ തന്നെ കൗണ്ടർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് എന്ത്? ജീവജലത്തിൻ്റെ ഉറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. അപ്പോൾ ജീവജല നദിയുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവജല നദിയുടെ തുടക്കം എവിടെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നാണ് അതിൻ്റെ ആരംഭം. കൃത്യമായി വെളിപാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, റോമൻ സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന നദികളെല്ലാം രക്തനദികളായി മാറുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മനസ്സിലായോ? രക്തനദികളായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ സിംഹാസനത്തിൽ നടുവിലിരിക്കുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന നദി ജീവദായകമായ നദിയാണ്. അങ്ങനെയെങ്കിൽ 2 ത്രോണിൻ്റെയും പ്രത്യേകത എന്താണ്? പറഞ്ഞോ നമ്മുടെ ധ്യാനം നിങ്ങൾ ഫോളോ ചെയ്യണം. പറഞ്ഞോ, ഒന്ന് ത്രോൺ ഓഫ് ഡെത്ത് ആണെങ്കിൽ മറ്റത് ത്രോൺ ഓഫ് ലൈഫാണ്. മനസ്സിലായോ? ഒന്ന് ത്രോൺ ഓഫ് ഡെത്ത് ആണെങ്കിൽ മറ്റതെന്താണ്?
ത്രോൺ ഓഫ് ലൈഫാണ്. അതുകൊണ്ട് ജീവജലത്തിൻ്റെ നദി ഇതാ സിംഹാസനത്തിന് നടുവിലിരിക്കുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിലുമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവദായകമായ സന്ദേശമാണ് എന്നുള്ളതിൽ എനിക്ക് തർക്കമില്ല, നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിലേ മാത്രമേ ഉള്ളൂ. മാത്രമല്ല അവിടെ ഒരു വാക്കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് മാലിന്യമേൽക്കാതെ ഒഴുകുന്ന നദിയാണ് എന്നാണ്. എന്താണ്? മാലിന്യമേൽക്കാതെ ഒഴുകുന്ന നദി. ഇതിൽ കൂടുതൽ എന്തോ ഇക്കോ സിഗ്നിഫിക്കൻസ് ആണ് വെളിപാട് പുസ്തകത്തിൽ വേണ്ടത്? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മാലിന്യമേൽക്കാതെ നമ്മുടെ നാട്ടിലൂടെ ഒരു നദി ഒഴുകുമെങ്കിൽ അതിൽ കൂടുതൽ എന്ത് പരിസ്ഥിതി സന്ദേശമാണ് വേദപുസ്തകം നൽകേണ്ടത്? അതുകൊണ്ട് മാലിന്യമേൽക്കാതെ ഒഴുകുന്ന നദി, ഈ വെളിപാട് പുസ്തകത്തിലെ നദി ഈ കാലഘട്ടത്തിൻ്റെ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒരു ഐക്കണായി മാറുമ്പോഴാണ് ഈ മാരാമൺ കൺവെൻഷനിലെ പഠനം എന്തായി മാറുന്നതെന്നറിയാമോ? ഐക്കണായി മാറുന്നത് എന്ന് ഞാൻ പറയുകയാണ്. രണ്ടാമതായി എന്താ അവിടെ ഉള്ളതെന്നറിയാമോ? അവിടെ ജീവവൃക്ഷമുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നെന്താണുള്ളത്? ജീവജലത്തിൻ്റെ നദിയുണ്ട്. രണ്ട്, ജീവവൃക്ഷമുണ്ട്. വളരെ കൃത്യമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത രേഖപ്പെടുത്തിയിരിക്കുന്നത് വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് വെറുതെ വളർന്നു വരുന്ന ഫലമല്ല, മറിച്ച് നിരന്തരം ഫലം കായ്ക്കുന്ന വൃക്ഷമാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 12 വിധം ഫലം കായ്ച്ച് മാസം തോറും ഫലം നൽകുന്നതാണ് എന്നാണ്. അപ്പോൾ ഫലദായകമായ ഒരു വൃക്ഷമാണ് ഈ ജീവവൃക്ഷം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അത് എത്ര അർത്ഥപൂർണ്ണമാണ് പ്രിയമുള്ളവരെ. ഇന്ന് എന്തുകൊണ്ടാണ് ഫലശൂന്യത നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നത് എന്ന് ഗൗരവമായി. പക്ഷേ പുത്തൻ യെരൂശലേം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ട്രീ എങ്ങനെയുള്ള ട്രീ ആണ്? എന്താണ്? 12 മാസവും ഫലം തരുന്ന ഫലദായകമായൊരു ട്രീ. ഒരു ട്രീ ഉണ്ടെങ്കിൽ അതിൽ ഫലം യജമാനൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ തന്നെ ചേർത്ത് വെച്ച് ധ്യാനിച്ച് മടങ്ങിപ്പോക്കൊള്ളുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഫലം കായ്ക്കുന്ന ജീവിതമാണോ? നമ്മൾ നട്ടു വളർത്തുന്ന സസ്യങ്ങൾ ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് ഗൗരവമായി വിലയിരുത്തണം. അതിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഈ ജീവവൃക്ഷത്തിലെ ഇലകൾ എന്തിനുപയോഗിക്കുന്നതെന്നറിയാമോ? രോഗോപശാന്തിക്ക് ഉപയുക്തമാണ് എന്നാണ് പറയുന്നത്. രോഗോപശാന്തിക്ക് ഉപയുക്തമാണ്. അപ്പോൾ എത്ര ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് വെളിപാട് പുസ്തകം അതിൻ്റെ അവസാന അധ്യായങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ജീവവൃക്ഷത്തിൻ്റെ ഫലം, അതിൽ രൂപപ്പെടുന്ന ഇലകൾ, അതിൻ്റെ ഫലം ജീവദായകമാണ് പ്രിയമുള്ളവരെ. ഇന്ന് ജീവൻ പ്രദാനം ചെയ്യുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അതോ വിഷലിപ്തമായ ഫലങ്ങളാണോ നമ്മൾ ഇന്ന് പുറപ്പെടുവിക്കുന്നത് എന്ന് നമ്മൾ ചേർത്ത് വെച്ച് ധ്യാനിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവവൃക്ഷത്തിൻ്റെ ഫലമുണ്ട്, എപ്പോഴും ഫലം കായ്ക്കുന്ന ഫലമുണ്ട്. അതിലെ ഇലകൾ സൗഖ്യദായകമാണ്. ദൈവം പ്രദാനം ചെയ്യുന്ന അനുഭവങ്ങൾ എന്താണെന്നറിയാമോ? സൗഖ്യദായകമാണ്. ദൈവം പ്രകൃതിയിലൂടെ തന്നെ സൗഖ്യം തരുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഈ വേദഭാഗം തരുന്ന ഉൾക്കാഴ്ച. എവിടെ കൂടെ തന്നെയാണ്? ദൈവം സൗഖ്യദായകനാണ്, നമുക്കറിയാം. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രകൃതിയിലൂടെ തന്നെ അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന എന്ന വാക്ക് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയിലൂടെ തന്നെ നമുക്ക് സൗഖ്യം തരുവാൻ കഴിവുള്ളവനാണ് ദൈവം. അതുകൊണ്ടാണ് ജീവവൃക്ഷത്തിൻ്റെ ഇലകളിലൂടെയും നമുക്ക് സൗഖ്യം തരുവാൻ ആർക്ക് സാധിക്കും? അപ്പം ദൈവം സൃഷ്ടിയെ ഗൗരവമായിട്ടെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ദൈവം പ്രപഞ്ചത്തെയും സൃഷ്ടിയെയും വളരെ ഗൗരവമായിട്ടെടുക്കുന്നു. 3, അവിടെ എന്താ ഉള്ളതെന്നറിയാമോ? ജീവനുള്ള ആരാധനയുണ്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്തുണ്ട്? ജീവൻ. അത് ആൾ ദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധനയല്ല, അദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധനയില്ല, സമ്പത്തിൻ്റെ താൽക്കാലിക ദേവന്മാരെ തേടിപ്പോയി ആരാധിക്കുന്ന ആരാധനകളല്ല, മറിച്ച് ദൈവത്തെയും കുഞ്ഞാടിനെയും ആരാധിക്കുന്ന സജീവമായ ആരാധന. വെളിപാട് പുസ്തകം 7 പറയാണ്, ഇതാ ഞാൻ എണ്ണിക്കൂടാൻ പറ്റാത്ത വലിയൊരു പുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിൽ നടുവിൽ നിൽക്കുന്ന ദൈവത്തിനെയും കുഞ്ഞാടിനെയും ഞാൻ ആരാധിക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു എന്നാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് ആരാധനകൾ എങ്ങനെയുള്ള ആരാധനയാണ്? നിർജീവമായി തീരുന്ന ആരാധനകളല്ല, വളരെ സജീവമായി തീരുന്ന ജീവനുള്ള ആരാധന. അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേകതയൂടെ ഉണ്ട്. എന്താ എന്നറിയാമോ? അവിടെ ജീവനുള്ള വചനമുണ്ട്. എന്തുണ്ട്? ജീവനുള്ള വചനം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ജീവനുള്ള വചനം പ്രമാണിക്കുക എന്ന് പറഞ്ഞാണ് 22-ാം അധ്യായം 7-ാം വാക്യം തീരുന്നത്. ജീവനുള്ള വചനം. അതുകൊണ്ട് 4 കാര്യങ്ങൾ ഇല്ല എന്ന് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മനസ്സിൽ ഉണ്ടോ? 4 കാര്യങ്ങൾ പുതിയ യെരൂശലേമിൽ ഉണ്ട് എന്ന് പഠിച്ചത് എന്താണ്? ഒന്ന് ജീവജല നദിയുണ്ട്, ജീവവൃക്ഷമുണ്ട്, ജീവനുള്ള ആരാധനയുണ്ട്, ജീവനുള്ള വചനമുണ്ട്. അങ്ങനെയെങ്കിൽ ന്യൂ ജെറുസലേം ഈസ് എ സ്പേസ് ഫോർ സെലിബ്രേറ്റിംഗ് ലൈഫ് ഇൻ ഇറ്റ്സ് ഫുൾനെസ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളുടെ ഈ ഒരു പടം തന്നിട്ട് ഒരു പടത്തിനൊരു നിറം കൊടുക്കാൻ പറഞ്ഞാൽ, ഒരു പുതിയ യെരൂശലേമിൻ്റെ ചുമ്മാ അതൊരു പിക്ചർ തന്നിട്ട് നിറം കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് നിറം കൊടുക്കും? ഞാൻ പറയും ഇറ്റ്സ് എ ഗ്രീൻ സിറ്റി. എന്താണ്?
It's a green city. New Jerusalem is depicted in the book of Revelation as a green city. എന്താണ്? ഒരു ഹരിത പട്ടണമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യമുള്ള ഇടമാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഈ പ്രപഞ്ചത്തെ അതിൻ്റെ ഹരിതാഭയിൽ നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വമാണ് വേദപുസ്തകം നമുക്ക് തരുന്നത് എന്ന് കാണാൻ സാധിക്കും. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം ആരംഭിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാ? ക്രിയേഷൻ നെറേറ്റീവ്സ് പറഞ്ഞുകൊണ്ട്, ഏദൻ തോട്ടം പറഞ്ഞുകൊണ്ടാണ്. അവസാനിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പാപത്തിൻ്റെ ഫലമായി ഈ പ്രപഞ്ചത്തിന് എവിടെയെങ്കിലും ചില വൈകൃത ഭാവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യുന്ന, അതിനെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം പറഞ്ഞു, സകല സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് പാപം ഇന്ന് ഹരിതാഭ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഹരിതപാപമുണ്ട്, പ്രകൃതിയോടുള്ള പാപമുണ്ട്. അതിന് മധ്യത്തിൽ ഈ സൃഷ്ടിയെ സമഗ്രമായി രൂപാന്തരപ്പെടുത്തി നവ്യമാക്കുന്ന ദൈവീക പദ്ധതിയിൽ പങ്കുചേരുവാനുള്ള വിളിയാണ് ദൈവമക്കളായ നമുക്കുള്ളത്. വങ്കാരി മാതായി എന്ന് പറയുന്ന ഒരു വീട്ടമ്മയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. അവർ കെനിയക്കാരിയായിരുന്നു. വങ്കാരി മാതായി ചെയ്ത കാര്യം, വീട്ടിൽ ജോലിയില്ലാതിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ, അമ്മമാരെയൊക്കെ കൂട്ടുപിടിച്ച് നമ്മുടെ ഈ പ്രദേശമൊക്കെ നമുക്ക് ഹരിതാഭമാക്കി തീർക്കാമെന്ന് പറഞ്ഞ് ശ്രമിച്ച് ചെറിയ ചെറിയ പരിപാടികൾ കെനിയയിൽ ചെയ്ത ആളാണ് വങ്കാരി മാതായി. എന്നാൽ വങ്കാരി മാതായി ചെയ്ത ഈ ശുശ്രൂഷ അനേകർ ഏറ്റെടുത്തതോടുകൂടി ആ പ്രദേശങ്ങൾ മുഴുവൻ ഹരിതാഭ നിലനിർത്താൻ സാധിച്ചു. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് അവർ ആരംഭിച്ചു. ആ മൂവ്മെൻറ്റിൻ്റെ പേരാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. കെനിയയിൽ ആരംഭിച്ചതാണ്. പിന്നീട് ഈ വങ്കാരി മാതായി കെനിയയിൽ അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി ആ പ്രദേശങ്ങളിലെല്ലാം ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സജീവമായി തീർന്നു. അവസാനം കെനിയയുടെ പരിസ്ഥിതി മന്ത്രിയായി മാറി. നോബൽ സമ്മാനം ലഭിച്ചു ഒരു സാധാരണ വീട്ടമ്മയായി ജനിച്ചു വളർന്ന വങ്കാരി മാതായിക്ക്. ചെറിയ ചെറിയ പരിശ്രമത്തിലൂടെ ഈ ഹരിതാഭ നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥപൂർണ്ണമായി തീരും. നമുക്കറിയാം, മാരാമൺ കൺവെൻഷൻ ഒരു പ്രകൃതി സൗഹൃദ കൂട്ടായ്മ തന്നെയാണ്. നമ്മൾ മനോഹരമായ ഓല കൊണ്ട് മെടഞ്ഞ പന്തലിൻ്റെ കീഴിലാണ് ഇരിക്കുക. അത് നാട്ടിൽ ഇന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും ഇന്നും നമ്മൾ അടയാളമായി അതാണ് ഉപയോഗിക്കുന്നത്. മനോഹരമായ മണൽപ്പുറത്താണ് നമ്മളിരിക്കുന്നത്. മണൽ എത്രയുണ്ട് എന്നുള്ളത് മറുവശമാണെങ്കിൽ പോലും നമ്മളതിനെ മണൽപ്പുറമാക്കി സിംബോളിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ക്ലീൻ മാരാമൺ എന്ന പരിപാടിയിലൂടെ യുവജന സഖ്യം ഇതിൻ്റെ ഹരിതാഭ നിലനിർത്തുവാൻ പരമാവധി ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷകൾ നമ്മുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി പങ്കാളികളായി തീരാൻ സാധിക്കും. നമ്മുടെ സഭയുടെ പരിസ്ഥിതി കമ്മീഷൻ സജീവമായി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ബൈബിൾ പഠനം എങ്ങനെയായിരിക്കണം, അതിന് സൗഹാർദ്ദമായ പാട്ടുകൾ എങ്ങനെ രൂപപ്പെടുത്തുവാൻ സാധിക്കും, നമ്മുടെ നോമ്പ് കാലത്തെ നമ്മുടെ ചില വർജനങ്ങളൊക്കെ ഈ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ള ഉൾക്കാഴ്ച നൽകുന്ന പല തീരുമാനങ്ങളും അറിയിപ്പുകളും നമുക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതിനോട് ഐക്യദാർഢ്യം പുലർത്തി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ശുശ്രൂഷയേറ്റം അർത്ഥപൂർണ്ണമായി തീരും. എൻ്റെ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വെളിപാട് പുസ്തകം ഒരു പ്രത്യാശയുടെ പുസ്തകമാണ്. ഇടയ്ക്കൊക്കെ നമുക്ക് പ്രത്യാശ നഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ നമ്മൾ വായിച്ചു വന്നാലും അവസാനം എന്ത് നൽകുകയാണ്? പ്രതീക്ഷ നൽകുകയാണ്, പ്രത്യാശ നൽകുകയാണ്. കാരണം നമുക്ക് കർത്താവിനോടൊപ്പം ഒരു നിത്യമായ വാസമുണ്ട് എന്നുള്ളതാണ് ആ പ്രത്യാശ. മനസ്സിലായോ? കർത്താവിനോട് ചേർന്ന് നമുക്ക് നിത്യമായ വാസമുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് ചേർന്നുള്ള നിത്യമായ വാസത്തിന് വേണ്ടി ഇന്നത്തെ നമ്മുടെ അനുദിന ജീവിതത്തെ പുനർക്രമീകരിക്കാൻ സാധിക്കും. പുതിയ യെരൂശലേം ഒരു അടയാളമാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, അതൊരു അടയാളമാണ്. അത് ദൈവവുമായി ഉടമ്പടി ബന്ധം നിലനിർത്തുന്ന ഒരിടമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജീവിത പരിസരങ്ങളിൽ ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിന് എന്തെങ്കിലും തകർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞ് നമുക്ക് മടങ്ങിപ്പോകാം. പുതിയ യെരൂശലേം ദൈവസാന്നിധ്യത്താൽ രൂപാന്തരപ്പെടുന്ന ഇടമാണ്. ദൈവസാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തെയും സാഹചര്യങ്ങളെയും പ്രപഞ്ചത്തെയും രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവത്താൽ രൂപപ്പെടുവാനും ദൈവത്താൽ രൂപാന്തരപ്പെടുവാനും സമർപ്പിതരായി നമുക്ക് മടങ്ങിപ്പോകാം. പുതിയ യെരൂശലേം നീതിയും സമാധാനവും നിലനിൽക്കുന്ന ഇടമാണ്. ഗോഡ്സ് ഓൾട്ടർനേറ്റീവ് സിറ്റി ഓഫ് ജസ്റ്റിസ്, പീസ് ആൻഡ് വെൽബീയിങ്. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളെ നീതി നിലനിൽക്കുന്ന ഇടങ്ങളാക്കി തീർക്കാം, സമാധാനം നിലനിൽക്കുന്ന ഇടങ്ങളാക്കി തീർക്കാം. അതിൻ്റെ പൂർണ്ണത അനുഭവിച്ചറിയുന്ന ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പുതിയ യെരൂശലേം ജീവൻ അതിൻ്റെ സമൃദ്ധിയിൽ നിലനിൽക്കുന്ന ഒരിടമാണ്. പുത്തൻ യെരൂശലേം ഒരു ഹരിത പട്ടണമാണ്. ഒരു പട്ടണത്തിന് എങ്ങനെ ഹരിതാഭമായി തീരാൻ സാധിക്കും എന്നാണ് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ പറയും ഗ്രാമത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇല്ല, പട്ടണത്തിനും സാധിക്കുമെന്നാണ് ഈ പുസ്തകം നമ്മളെ അടയാളപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തെ ദൈവം എത്ര നല്ലത് എന്ന് കണ്ട് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ ദൈവം ഓരോ സൃഷ്ടിജാലങ്ങളെയും നല്ലത് എന്ന് കരുതി നിശ്ചയിച്ച ഈ ഭൂമിയിലാക്കിയ ഇടങ്ങളിൽ നീതിയോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥപൂർണ്ണമായി തീരും. എല്ലാ ദിവസവും നമ്മൾ 2-3 ചോദ്യങ്ങൾ ചോദിച്ചാണ് അവസാനിപ്പിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെ ചോദിക്കട്ടെ. 1, ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം തകർത്ത് കളയുന്ന ഈ കാലഘട്ടത്തിലെ പാപത്തിൻ്റെ ഘടനകൾ എന്തെല്ലാം? 2, വെളിപാട് പുസ്തകം 21-22 അധ്യായങ്ങൾ പ്രപഞ്ച ആധ്യാത്മികത, ഇക്കോ
നിലനിൽപ്പിനായുള്ള പ്രപഞ്ചത്തിൻ്റെ രോദനം കേൾക്കുവാനും പ്രതികരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈസ് അവർ ഗ്രൗളിങ്സ് ആർ സോ ലൗഡ് വിച്ച് ഫേഡ്സ് അവേ ദ ഗ്രോണിങ്സ് ഓഫ് ദ ക്രിയേഷൻ. നമ്മുടെ ഗർജനങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നതിനാൽ പ്രകൃതിയുടെ രോദനങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു എന്നാണ് ചോദ്യം. ഈസ് ദ ഗ്രൗളിങ്സ് ഓഫ് അസ് ആർ സോ ലൗഡ് വിച്ച് ഫേഡ്സ് അവേ ദ ഗ്രോണിങ്സ് ഓഫ് ദ ക്രിയേഷൻ. അവസാനമായി വളരെ പ്രായോഗികമായൊരു ചോദ്യം. പ്രപഞ്ചത്തോട് ചേർന്ന് നിന്ന് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിക്കുകയും ഈ മാരാമൺ കൺവെൻഷനിൽ ഏറ്റവും കൂടുതൽ പാടുകയും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ പാട്ടുകളാണ്. കരയുന്ന കാക്കയും വയലിലെ റോസയും കുറിച്ച് ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കട്ടെ. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ പാട്ടുകളിലെ പരിസ്ഥിതി ദർശനങ്ങളെക്കുറിച്ച് പഠനം നടത്തുവാൻ, റിസർച്ച് നടത്തുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടത്തണം. അങ്ങനെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഓറിയൻറ്റേഷൻ സെൻറ്ററുമായി ബന്ധപ്പെട്ടാൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഒറ്റ ചോദ്യം, 3 ദിവസം എൻ്റെ ഈ ബൈബിൾ പഠനത്തിൽ പ്രാർത്ഥനാപൂർവ്വം സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത് ശ്രവിച്ച് എല്ലാ ദിവസവും വിളിച്ച് വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിയ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നവരോടുള്ള നന്ദി അറിയിക്കുന്നു. വെളിപാട് പുസ്തകം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പുസ്തകമാണ്. കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻ്റർ ഇൻ ടു ന്യൂ ജെറുസലേം. അവളെ വിട്ട് പുറപ്പെട്ടു പോരുക, പുതിയ യെരുശലേമിലേക്ക് പ്രവേശിക്കും.